നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അഖിലഗുരുഭ്യോ നമഃ. ദിവിഭൂമൗ തഥാകാശേ ബഹിരന്തശ്ച മേ വിഭു യോ വിഭാത്യാവഭാസാത്മാ തസ്മൈ സർവാത്മനേ നമഃ. സ്വർഗത്തിലും അതേപോലെ തന്നെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ലിംഗശരീരത്തിലും ഈ ഭൂമിയിലും അഥവാ ജഡരൂപത്തിലുള്ള സ്ഥൂല ശരീരത്തിലും ആകാശത്തിലും അഥവാ കാരണശരീരത്തിലും ത്രിലോകങ്ങളിലും അകത്തും പുറത്തും എല്ലായിടത്തും ഒരേപോലെ വ്യാപിച്ച് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ സർവാത്മാവായിട്ടുള്ള ഗുരുവായൂരപ്പന് നമസ്കാരം. യോഗവാസിഷ്ടത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകം ചൊല്ലി സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ. ഓം പരമതത്വായ നാരായണായ ഗുരുഭ്യോ നമ. നാരായണൻ തുടങ്ങി മഹാദേവൻ തുടങ്ങിയുള്ള സകല ഗുരുക്കന്മാരെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നമ്മൾ കേരളത്തിന് പ്രത്യേകിച്ചും വിശിഷ്യ ഗുരുസ്ഥാനത്തുള്ള പരശുരാമസ്വാമിയെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു മനസ്സുകൊണ്ട്. ആദിശങ്കരനെ വീണ്ടും 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 നമസ്കരിക്കുന്നു. തപോവനസ്വാമികളെ നമസ്കരിക്കുന്നു. പൂജ്യ ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമികളെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എൻ്റെ മുന്നിൽ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിലിരിക്കണം നിങ്ങളെല്ലാവരെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്ന് വളരെ പുണ്യമായിട്ടുള്ളൊരു ദിവസം. ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ ഗുരുനാഥൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആളുടെ പിറന്നാളും കൂടിയാണ്. സാധാരണ ഗുരുപൂർണിമയ്ക്ക് തന്നെയാണ് പിറന്നാൾ വരാറ്. ഇന്ന് പിറന്നാളാണ്. അതേപോലെ എൻ്റെ ഭാഗവത ഗുരുനാഥൻ ശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, അദ്ദേഹത്തിനെയും ഞാൻ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്ന ഈ സമയത്ത് ഈ വിശേഷ ദിവസം രാമായണ മാസത്തിൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് സരസ്വതി ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇങ്ങനൊരു ടോപ്പിക്ക് പറയാൻ കാരണം. കുറേ ആയിട്ട് ചിന്തിക്കാറുണ്ട്. ശ്രീരാമസ്വാമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ മഹാത്മാക്കൾ, സാക്ഷാൽ പരബ്രഹ്മം തന്നെ മനുഷ്യരൂപത്തിൽ രൂപമെടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ അധ്യാപകരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭക്തന്മാർക്കത് ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷേ ഫാൻസിന് ഉൾക്കൊള്ളാൻ പറ്റാറില്ല. ഭക്തന്മാർക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷേ ഫാൻസിന് പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൂടുതലും ഫാൻസാണ്. ഫാൻസ് അസോസിയേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ആരാധിക്കുന്നത് ആ വ്യക്തിയുടെ ആ രൂപത്തിൽ ഒതുങ്ങുന്നു അവരുടെ ഭക്തിയും അവരുടെ ചിന്തയും അവരുടെ ആധ്യാത്മികതയും. അത് പൊളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഡിസറപ്റ്റ് ചെയ്യാതെ ഒന്നും പുതിയതുണ്ടാക്കാൻ പറ്റില്ല. ഒരു ചൈതന്യം, ചിത്തിന് അന്യമായ ചൈതന്യം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം, ആ ചൈതന്യത്തിന് ആര് ഗുരുവാവാനാണ്? ആരാണ് ഗുരു? എന്തുകൊണ്ടാണ് പക്ഷെ മനുഷ്യ ശരീരം എടുത്തപ്പോൾ ഇവർക്കൊക്കെ ഗുരുനാഥന്മാരുണ്ടായത്? അത് ലീല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലഘുവാക്കാം, പക്ഷെ അതിലല്ല അത് കാര്യം. സ്ഥലം, കാലം, ദേശം, ഇതിൻ്റെയൊക്കെ പരിമിതികളിൽ വരണതാണ് മനുഷ്യ ശരീരം. നമുക്ക് മനസ്സുകൊണ്ട് കണ്ണടച്ചാൽ അപ്പം നമ്മൾ ബദ്രിനാഥത്തിലെത്തി. ഇപ്പം നമുക്ക് സിദ്ധാശ്രമത്തിലെത്താം. ഇപ്പം നമുക്ക് പൂജ്യ ഗുരുദേവൻ്റെ സമാധിയുടെ മുന്നിൽ ചെന്ന് നമസ്കരിക്കാം സിദ്ധവാരിയിൽ. പക്ഷേ ശരീരം നമ്മളെ ഇവിടെ പിടിച്ചിട്ടിരിക്കുക. നമ്മൾ തൃശ്ശൂരാണ്. ശരീരം ഇല്ലെങ്കിലോ സ്മരണ മാത്രമാണ്. എവിടെയാണോ അവിടെ ഉണ്ട് നമ്മൾ. അതാണ് അവസ്ഥ. പക്ഷെ ശരീരത്തിൽ വന്നുപോയി. അപ്പോൾ ശരീരത്തിൽ വന്നുപോയാൽ പരമാത്മാവാണെങ്കിൽ പോലും പരിമിതനായി. പരിമിതി നിന്ന് അപരിമയമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ഒരു മാർഗനിർദ്ദേശം കൂടിയേ തീരും. അതുകൊണ്ടാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഗുരുക്കന്മാരെ സ്വീകരിച്ചത്. കാരണം അദ്ദേഹം ഉണ്ടാക്കിയ നിയമത്തിനെ അദ്ദേഹം തന്നെ ആചരിക്കാതെ തെറ്റിച്ച് കാണിച്ചു കഴിഞ്ഞാൽ
അതിലർത്ഥമില്ല. ഞാൻ സാധാരണ മുൻപും പല പ്രഭാഷണങ്ങളും പറയാറുള്ള പോലെ ശ്രീകൃഷ്ണൻ ഉപമന്യുവിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് പാശുപത വ്രതം ഉപദേശിച്ച് തരണമെന്ന് പറയും. അപ്പോൾ ഉപമന്യു പറയും, എന്താ കളിയാക്കുക, അങ്ങ് സാക്ഷാൽ പരബ്രഹ്മം, അങ്ങ് വന്നിട്ട് എൻ്റെ അടുത്ത് ശിവനെ ഉപാസിക്കാനുള്ള മാർഗം ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മഹർഷേ, ഞാനിത് എൻ്റെ തന്നിഷ്ടപ്രകാരം ചെയ്താൽ നാളെ ആൾക്കാർ എന്തായാലും അവർ മാസിക വായിച്ചിട്ട് ഫേസ്ബുക്ക് നോക്കിയിട്ട് യൂട്യൂബ് നോക്കിയിട്ടൊക്കെ മന്ത്രം ചെല്ലും, സാധനങ്ങൾ അനുഷ്ഠിക്കും. പക്ഷേ ശ്രദ്ധാലുക്കളായിട്ടുള്ള ഭക്തന്മാർ നാളെ ഉണ്ടാവും, ഉപാസകരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് മാതൃക കാണിക്കാനാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. അങ്ങ് ഇത് പറഞ്ഞു തരണം. അങ്ങനെയാണ് ഈ പാശുപത വ്രതത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നതും സാമ്പൻ ജനിക്കുന്നതും. ഒരു വർഷക്കാലം ഒരു നേരം ഒരു ഗോളത്തിൻ്റെ ഇല മാത്രം ഭക്ഷിച്ചിട്ടാണ് ഭഗവാൻ ആ വ്രതം അനുഷ്ഠിച്ചത്. അപ്പോൾ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമസ്വാമി ഏത് കാലഘട്ടത്തിലാണോ ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതാത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ആ ധർമ്മങ്ങൾ, ആ കാലത്തെ ധർമ്മത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസത്തിലും അതിന് തുടർന്ന് ജീവിതയാത്രയിലൊക്കെ അദ്ദേഹം പഠിച്ച പാഠങ്ങൾ അനവധിയാണ്. പക്ഷേ അതിൽ ചില രത്നങ്ങൾ വളരെ വിശേഷപ്പെട്ട രൂപത്തിൽ ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ജനറലി നോക്കിക്കഴിഞ്ഞാൽ ആ മഹാത്മാവിന് 2 ഗുരുക്കന്മാരാണ്, വസിഷ്ഠനും വിശ്വാമിത്രനും. ഈ 2 ഗുരുക്കന്മാരിൽ കൂടെയാണ് ഭഗവാന്റെ ആ ജീവിതയാത്ര തന്നെ കടന്നു പോകുന്നത്. അവരിട്ടുകൊടുത്ത അടിത്തറയിലാണ് ഭഗവാൻ തൻ്റെ ധർമ്മത്തെ പടുത്തുയർത്തി. പക്ഷെ അവർ പറഞ്ഞു കൊടുത്തത് മറന്നപ്പോൾ ഒക്കെ അദ്ദേഹം പരമാത്മാവായിട്ട് പോലും മനുഷ്യ സഹജമായ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നു. സ്ത്രീയാണെങ്കിലും സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നവളാണെങ്കിൽ കൊല്ലണം എന്നാണ് പഠിപ്പിച്ചത് വിശ്വാമിത്രൻ. ശൂർപ്പണയെ കൊല്ലാതെ വിട്ടു. താടകയുടെ അടുത്ത് തോന്നി അതേ ദയ, താടകയുടെ അടുത്തൊരു ദയ തോന്നി, അത് പിന്നീട് മാറ്റുകയും ചെയ്തു, വഴിയെ പറയാം. അതേ ദയ വീണ്ടും എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ അമിത ധർമ്മബുദ്ധിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് കളിയാക്കണം ഗുരുവായൂരപ്പനെ. അധികം ധർമ്മബോധം ഓവറായാലും ആശാപാശം ഓവറായാലും മനുഷ്യൻ ദുഃഖിക്കുന്ന കാണിക്കാനല്ലേ ഗുരുവായൂരപ്പ ഈ രാമാവതാരം കിട്ടിയതെന്നാണ് ചോദിക്കുന്നത് അവസാനത്തെ ശ്ലോകത്തിൽ. കളിയാക്കുക ചെയ്യണം. ഗുരുവായൂരപ്പൻ ഒന്നും മിണ്ടുന്നില്ല, സത്യമാണ്. എല്ലാം തലകുലുക്കി കേൾക്കണേ, ശരിയാണ് ഭട്ടേരി അല്ലെങ്കിൽ ശരിയല്ല ഭട്ടേരി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശരിയാണെന്നും പറയുന്നില്ല, ശരിയല്ല എന്നും പറയുന്നില്ല. അപ്പോൾ അത് സത്യമാണ്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആവശ്യമുള്ള 2 തരം മാർഗനിർദ്ദേശകർ, ഗുരുനാഥന്മാരുടെ കൃത്യമായിട്ടുള്ള വിഭജനം രാമായണത്തിൽ കാണാൻ സാധിക്കും. ഒരാൾ തിയറി പഠിപ്പിക്കുന്ന ആളാണ്, ഫിലോസഫി പഠിപ്പിക്കും, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, അതിൻ്റെ ഉൾക്കാഴ്ച എങ്ങനെ ഉണ്ടാവണം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരേണ്ട ഒരാൾ. വസിഷ്ഠൻ അതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പ്രാക്ടിക്കലായിട്ടുള്ള ജീവിതത്തിൽ തട്ട് തട എല്ലാം കാണിച്ച് അതിനനുസരിച്ചിട്ട് ലോകനീതി പഠിപ്പിക്കുന്ന മറ്റൊരാൾ, അത് വിശ്വാമിത്രനാണ്. ഇവർ 2 പേരെ പോലെ ഇത്രയും ഉചിതമായിട്ട് അതാത് ഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല. ഒരാൾ മഹാഋഷിയാണ്, മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ദ്രഷ്ടാവാണ് വസിഷ്ഠൻ. മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ വാസ്തവത്തിൽ മരണത്തിനെ ജയിക്കാനെന്നോ അസുഖം മാറാനോ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതൊന്നും അല്ല, മോക്ഷം കിട്ടാനുള്ള മന്ത്രമാണ്. നല്ല പഴുത്ത് പാകായ പഴം ഞെട്ടുന്ന് വിട്ടുപോകുമ്പോൾ ഒരു കഷ്ടപ്പെട്ട് വലിക്കു പോലും വേണ്ട, അങ്ങനെ വിട്ടുപോകും. അതുപോലെ ശരീരം കളയാൻ പഠിപ്പിക്കുന്നു. അതാണ് മൃത്യുഞ്ജയ മന്ത്രം, ത്രംബക മന്ത്രം. ത്രംബകം മജാമഹേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രം. ആ വസിഷ്ഠ മഹർഷി എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതേപോലെ വിശ്വാമിത്രൻ, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ അദ്ദേഹം അതിശക്തനായിട്ടുള്ള ഒരു ക്ഷത്രിയനായിരുന്നു. ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ആളാണ്. തട്ടും തടയും ഒക്കെ നടത്തി വന്ന ആളാണ്. വാശി കൊണ്ട് ബ്രഹ്മർഷി ആയതാണ്. ബ്രഹ്മർഷി ആയതുകൊണ്ട് വല്ല മോശം ഉണ്ടായില്ല.
മന്ത്രരാജാവായിട്ടുള്ള ഗായത്രിയെ ദർശിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനാണ് കൊടുത്തത്. അല്ലാണ്ട് ഒരു ബൈ ബർത്ത് ബ്രഹ്മർഷിക്കല്ല അത് കിട്ടിയത്. ബൈ ബർത്ത് ആർക്കും ഒന്നും കിട്ടുന്നില്ല, അത് ആർജിക്കുന്നതാണ്. അങ്ങനെ ബൈ ബർത്ത് ബ്രഹ്മർഷി അല്ലാത്ത ഒരാൾക്ക് ദർശിക്കപ്പെട്ട മന്ത്രം ജപിച്ചിട്ടാണ് ബൈ ബർത്തായിട്ടുള്ളവരൊക്കെ ഇന്ന് കാലം കഴിച്ചു പോകുന്നത്. അതാണ് വിശ്വാമിത്രൻ. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. തിയറി മാത്രമായാൽ പ്രശ്നമാണ്, പ്രാക്ടിക്കൽ മാത്രമായാലും പ്രശ്നമാണ്. സമഞ്ജസമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഒരു മൂർത്തിമത്ഭാവമായിരുന്നു ശ്രീരാമകൃഷ്ണദേവനും വിവേകാനന്ദ സ്വാമിയും വരും. നമ്മുടെയൊക്കെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെയൊക്കെ ഒരു സമീപ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവരെ കൊളുത്തി വെച്ച വിളക്കും പന്തും അല്ലെങ്കിൽ വലിയ അഗ്നികുണ്ഡും ഒക്കെയാണ് ചിന്മയാനന്ദജിയൊക്കെ പോലുള്ളവർ വളർത്തിയത്. രണ്ടാമത്തെ തരം ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആധ്യാത്മികത പഠിപ്പിക്കുന്ന ഗുരുവും വേണം, ഭൗതികത പഠിപ്പിക്കുന്ന ഗുരുവും വേണം. ഭൗതികതയെ നിരാകരിച്ചിട്ടില്ല സനാതനധർമ്മം, ഒരു കാലത്തും നിരാകരിച്ചിട്ടില്ല. അത് ഈശ്വര ബുദ്ധിയ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഭഗവാന് സമർപ്പിച്ച് ഇല്ലെങ്കിൽ വാസന പോവില്ല. വേരോടെ പറിച്ചെടുക്കാൻ നോക്കിയാൽ കുറച്ച് വേറെ അവിടെ കിടക്കും, അത് അലിയിച്ച് കളയണം. വാസനകളുടെ വേരറുക്കുക എന്നുള്ള പ്രയോഗം പോലും അപകടം. അപ്പോഴവിടെ അർത്ഥ ബാക്കി അവിടെ ഉണ്ട്. അനുകൂല സാഹചര്യത്തിൽ ഇത് മുളയ്ക്കും. അതുകൊണ്ട് അതിനെ അലിയിപ്പിച്ച് ആസിഡ് ഒഴിച്ച് അലിയിപ്പിച്ച് കളയണം. ഈ ആസിഡ് എന്തിനെ ഒഴിക്കുക? ഭഗവാന് സമർപ്പിച്ചിട്ട് മാത്രം. ഒരു ക്ഷത്രിയൻ എങ്ങനെ ജീവിക്കണം എന്ന് വിശ്വാമിത്രൻ പഠിപ്പിച്ചതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ധർമ്മസംഹിത എന്തായിരിക്കണം എന്നാണ് വസിഷ്ഠൻ പഠിപ്പിച്ചത്. ഇനി വേറൊരു തരത്തിൽ നോക്കിയാലോ, ഒരാൾ പ്രപഞ്ചത്തിൻ്റെ അനന്ത സാധ്യതകളെ മനസ്സിലാക്കി കൊടുക്കുന്നു, സകലത്തിലും ഭഗവാനാണെന്ന് പഠിപ്പിച്ചിട്ട്. ഇമ്മെൻസ് പോസിബിലിറ്റീസാണ്. വസിഷ്ഠൻ പറയുന്നു, എന്താ വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കണം. പരബ്രഹ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു, വേദം പഠിപ്പിക്കുന്നു, ബ്രഹ്മജ്ഞാനത്തെ കൊടുക്കുന്നു. ഇതൊക്കെ കൊടുത്തിട്ട് പറയണം എല്ലാറ്റിലും വ്യാപിച്ചിരിക്കണം സത്യവസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ the more you know medium, the more possibilities you can explore എന്ന് ഹിച്ച്കോക്ക് പറഞ്ഞിട്ടുണ്ട്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹൊറർ സിനിമകളുടെ രാജാവായിരുന്നു. സത്യമാണ്. ഇപ്പോൾ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കലയാണെങ്കിലും നമുക്ക് ആ മാധ്യമത്തിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം പഠിക്കണോ അത്രയും അതിനെ എങ്ങനെ വേണമെങ്കിലും ഇട്ട് ഉപയോഗിക്കാവുന്ന. ഇപ്പം ചില സംഗീതജ്ഞരെയൊക്കെ കാണാം, അവർ വയലിൻ കൊണ്ടും മൃദംഗം കൊണ്ടൊക്കെ എന്തൊക്കെ അഭ്യാസങ്ങളെ കാണിക്കാല്ലേ, അത് അവർക്ക് അങ്ങനെ വഴക്കം വരികയാണ്. ആ പോസിബിലിറ്റീസ് ആധ്യാത്മികതയിൽ പ്രയോഗിക്കാൻ പഠിപ്പിക്കുന്നവനാണ് വസിഷ്ഠനെ പോലുള്ളൊരു ഗുരു. വിശ്വാമിത്രനെ പോലുള്ളൊരു ഗുരുനാഥൻ എന്താ ചെയ്യണം? ഭൗതികതയിൽ ആധ്യാത്മികത മാതിരി എല്ലാറ്റിലേക്കും മനസ്സിനെ പരത്താൻ പറ്റില്ല. വാസ്തവത്തിൽ എല്ലാവരും വിചാരിക്കണം ആധ്യാത്മികതയിൽ എല്ലാറ്റിൽ നിന്നും കട്ട് ചെയ്ത് ഒന്നിലേക്ക് കൊണ്ടുവരാമെന്ന്. അല്ല, എല്ലാറ്റിലും ഒന്നിനെ കാണുക എന്നുള്ളതാണ് ആധ്യാത്മികത. ഇത് പഠിപ്പിക്കലാണ് വസിഷ്ഠൻ്റെ ജോലി. അത് വസിഷ്ഠൻ വൃത്തിയായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഭൗതികതയെ വരുമ്പോൾ എല്ലാറ്റിലേക്കും കണ്ണു പറഞ്ഞാൽ അത് പുലിവാലാണ്. അവിടെ വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കണം. വിശ്വാമിത്രൻ അതാ ചെയ്തു. ഞാൻ ആദ്യം തിയറി പറഞ്ഞിട്ടാണ് ഇനി കഥയിലേക്ക് പോകാൻ പോകുന്നത്. കാരണം അപ്പോൾ കഥയുടെ ഒരു ഗതി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു വഴി മാത്രം പോകുന്നതും ഒരു തരത്തിൽപ്പെട്ട പഠനം മാത്രം നടത്തുന്നതും ഒരുത്തനെ മന്ദബുദ്ധിയോ മതഭ്രാന്തനോ ആക്കും. ഉറപ്പാണ്. പ്രത്യേകിച്ച് പക്വത എത്താത്ത മനസ്സുകൾക്ക്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞ് ഭക്തി ഇൻ ഇറ്റ്സ് ലോവർ സ്ട്രാറ്റാസ് ക്യാൻ അമൗണ്ട് ടു ഫനാറ്റിസിസം. മതഭ്രാന്തായി മാറുന്നു. കാരണം ഒരു ചാട്ടിലാണ് പോണത്. ആ ഒരു ചാട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വഴിക്കും വരുന്ന അപകടങ്ങളൊന്നും കാണില്ല. ഇതിലൊക്കെ ഉപരിയായിട്ട് താൻ പെർഫെക്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ മറ്റുള്ളവരുടെ പ്രവൃത്തിയോ സാധനയോ മോശമാണെന്ന് പറയാൻ, ഞാൻ ചേർന്ന സംഘത്തിൽ ഇല്ലാത്തവൻ ബഹിഷ്കൃതനാണ്, അവൻ അധകൃതനാണ്, എൻ്റെ വഴി എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്നീ പുറകിലിരിക്കുന്ന മഹാത്മാക്കൾ ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇതിൽ ഈ അറ്റത്തിരിക്കുന്ന ഒരാളുണ്ട്,
വ്യാസമഹർഷിയുടെ ചിത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വ്യാസമഹർഷിയുടെ ജന്മദിനമായിട്ടാണല്ലോ നമ്മൾ ഇത് ആഘോഷിക്കുന്നത്. വ്യാസമഹർഷിയുടെ എഴുത്തുകളൊക്കെ നോക്കൂ. ഈ വസിഷ്ഠനും വിശ്വാമിത്രനും ഒന്നായിട്ട് നിൽക്കുന്ന കാണാം വ്യാസനിൽ. ബ്രഹ്മസൂത്രം എഴുതി, അത് തിയറിയാണ് മുഴുവൻ. എന്നിട്ട് അതിൽ പറഞ്ഞ ആശയങ്ങളെ മുഴുവൻ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഇക്കണ്ട പുരാണങ്ങളും മഹാഭാരതവും ഭാഗവതവും ഒക്കെ എഴുതി. അതിൽ ഭൗതികതയുടെ പ്രാക്ടിക്കാലിറ്റി മുഴുവൻ പറഞ്ഞു വെച്ചു. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് കാലത്തിനനുസരിച്ചിട്ട് ഉള്ള ധർമ്മം, എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ധർമ്മം ഇങ്ങനെ കൃത്യമായിട്ട് ഭാഗിച്ചു വെച്ചു. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ കാലത്തും ചെയ്യേണ്ട ധർമ്മമാണ് എല്ലാ കാലത്തും ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരു അപകടമുണ്ട് നമുക്ക്. ധർമ്മം ശരിക്കും രണ്ട് തരമുണ്ട്. പ്രപഞ്ചത്തിൽ എല്ലാ കാലത്തും നിലനിൽക്കുകയും ചെയ്യുകയും ചെയ്യേണ്ട ഒരു ധർമ്മം, കാലത്തിനനുസരിച്ച് മാറേണ്ട ധർമ്മമുണ്ട്. ആ മാറ്റം വന്നില്ലെങ്കിൽ കെട്ടിക്കിടക്കണ ചെളിക്കുളങ്ങളായിട്ട് മാറും ധർമ്മം. പഴയത് ഒഴുകിപ്പോകും, പുതിയത് വരികയും ചെയ്യണം. പ്രകൃതിയിൽ ചില സനാതന സത്യങ്ങളുണ്ട്. വളരെ എളുപ്പത്തിൽ ഞാൻ സാധാരണ സ്ഥിരം പറഞ്ഞൊരു എക്സാമ്പിൾ, അപ്പോൾ ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് എടുക്കാൻ നിലത്തിട്ടു. ഗുരുത്വാകർഷണം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യും അതൊക്കെ പണ്ടത്തെ കാലത്തല്ലേ നടക്കുള്ളൂ, ഇപ്പൊക്കെ നടക്കുമോ ചോദിക്കും. ഇതിപ്പോഴും നടക്കുന്നുണ്ട്, ഒരു മാറ്റമില്ല. അതേപോലെ പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ആ അടിസ്ഥാന നിയമം പഠിപ്പിക്കണവൻ വസിഷ്ഠനാണ്. കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ, ധർമ്മം മുന്നോട്ട് പോകാൻ. പണ്ടത്തെ മാതിരി എല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കടിക്കാൻ വരണ പട്ടിയാകുന്ന ബ്രഹ്മം നമ്മളെ കടിച്ചില്ല. ആ ബ്രഹ്മത്തിനെ, ഈ ബ്രഹ്മം ജീവൻ വേണമെങ്കിൽ കല്ലെറിഞ്ഞ് ഒഴിച്ചോളാം. ഇത് പഠിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോയില്ല. അതും സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്തോളൂ. ഗുരുവായൂരപ്പ നിനക്കിരിക്കട്ടെ ഈ കല്ല് ഒറ്റ. തമാശയല്ല. നായനാർമാരിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ശിവലിംഗം എവിടെ കണ്ടാലും കല്ലെറിയും, എവിടെ കണ്ടാലും കല്ലെറിയും, അല്ലെങ്കിൽ വടിയെടുത്ത് മണ്ടയ്ക്ക് പോകും. അപ്പോൾ അത് ഈശ്വരന് സ്വീകാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഗാന്ധീപം കൊണ്ട് അടിച്ചത് ഇപ്പോഴും മഹാദേവന്റെ ശിരസിലുണ്ട്, ഭൃഗു ചവിട്ടിയത് ഇപ്പോഴും നാരായണന്റെ നെഞ്ചത്തുമുണ്ട്. ആ ബോധത്തോടു കൂടി അല്ലെങ്കിൽ പോലും ഭക്തൻ അത് ചെയ്താൽ ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ട്. ഭഗവാൻ ഇതുകൊണ്ടൊരു നഷ്ടവും വരാനില്ല. ആത്യന്തികമായിട്ട് നല്ലതും ചീത്തയൊക്കെ അദ്ദേഹത്തിൽ തന്നെയാണ് അടങ്ങിയിരിക്കണം എന്നുള്ള ബോധമാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ടല്ലേ അഘോര സമ്പ്രദായത്തിലൊക്കെ നിഷിദ്ധ ഭക്ഷണം എന്ന് നമ്മൾ പറയണത് പോലും അവരെടുത്തിട്ട് കഴിക്കുന്നത്. അവരുടെ വിസർജ്യ വസ്തുക്കൾക്ക് പോലും സുഗന്ധമാണ്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ഉയർന്ന പ്രപഞ്ചത്തിൽ ശിവനല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, ശിവനെ അറിയണമെങ്കിൽ അറപ്പ് എന്ന് പറഞ്ഞ സാധനം ആദ്യം കളയണം. ഇത് കളയാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. വില്ലുമംഗലം തൃച്ചംബരത്ത് ഭഗവാനെ അത്യാശ്രമയെ മടിയെ കിടത്തിയിട്ട് ഭഗവാൻ കുഷ്ഠരോഗത്തിൻ്റെ വ്രണങ്ങളിൽ നിന്ന് ചെറുമുക്ക് അത്യാശ്രമയുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പുഴുക്കളെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കും. വില്ലുമംഗലം ഈ വൃത്തികെട്ട പണി ചെയ്യണോ? ആ അസുഖം മാറ്റി കൊടുത്താൽ പോരെ ചോദിച്ചു. എന്നിട്ട് വേണം വീണ്ടും 10 ജന്മം ജനിക്കാൻ. ഇദ്ദേഹം ഇപ്പം കടന്നു പോകേണ്ട ആളാണെന്ന് പറഞ്ഞു. മടി കിടത്തിയിട്ട് വ്രണത്തുനിന്ന് പുഴുക്കളെ സ്വന്തം കൈകൊണ്ട് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക ഭഗവാൻ. ഭഗവാന്റെ ആ ചിന്ത നമുക്ക് മനസ്സിലാവാതെ നമ്മൾ ഭഗവാനെ എത്ര വിളിച്ചിട്ടും സാക്ഷാത്കാരം കിട്ടില്ല. അദ്ദേഹം അടുത്തുണ്ടാവും, സ്നേഹം തരും, നമുക്ക് അദ്ദേഹമുണ്ട്, അദ്ദേഹം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പം അത് പഠിപ്പിച്ച് തരുന്ന ആൾ ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ ചക്രത്തിൽ നിന്ന് പഠിപ്പിച്ച് രക്ഷപ്പെടണം എന്നുള്ള കാര്യത്തിൻ്റെ തിയറി പഠിപ്പിച്ചു തരാൻ ഒരു വസിഷ്ഠനും അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരാൻ പ്രായോഗിക ജീവിതത്തിൽ വിശ്വാമിത്രനും നമുക്കുണ്ടാവണം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി വരും. ഒരാൾ നമ്മുടെ ചിന്തകളെ മാറ്റുന്നു, മറ്റേയാൾ നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റുന്നു. അപ്പം ചിന്തകൾ മാറ്റണ വസിഷ്ഠനും ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ച വിശ്വാമിത്രനുമാണ് ശ്രീരാമസ്വാമിയുടെ ജീവിതം മുഴുവൻ നിർണ്ണയിച്ചത്. നിങ്ങൾ നോക്കിയാൽ കാണാം. ആ മിഥിലേക്ക് ഇല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? 10 ദിവസത്തേക്ക് ദശരാത്ര മറ്റാ കൊണ്ടുപോകണത്. 10 ദിവസത്തേക്ക് മകനെ ഒന്ന് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 10ാമത്തെ ദിവസം ശരിക്കും മടങ്ങുന്നതിന് പകരം മിഥിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 2 ദിവസം ലേറ്റായിട്ടാണ് വണ്ടി കൊണ്ടുവന്നു. എന്തിനാ? സീതയെ കല്യാണം കഴിപ്പിക്കാനാണ് കൊണ്ടുപോകണം. എന്ത് പറഞ്ഞാൽ കൊണ്ടുപോകണം? സീതയെ കല്യാണം കഴിപ്പിക്കാമെന്നല്ല, ഒരു വില്ല് കണ്ടിട്ട് വരാം, ഒരു വില്ല് കണ്ടിട്ട് വരാം. അപ്പം വില്ലിനാണ് പ്രാധാന്യം, ആ വില്ലാണ് കാണേണ്ടത്.
കാരണം അതൊരു യുദ്ധത്തിൻ്റെ തുടക്കം. ശ്രീരാമൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മഹാസമരത്തിൻ്റെ ആശയ സംഘടനകളുടെ തുടക്കമാണ്. യുഗങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ പരബ്രഹ്മം നാരായണൻ, നമ്മൾ സദാശിവെന്നും നാരായണെന്നും പരാശക്തി എന്നും ബ്രഹ്മെന്നും ശൂന്യത എന്നും ബോധം എന്നും ഒക്കെ പലരും പല സ്കൂളുകളിൽ വിളിക്കുന്ന ആ ശക്തി തന്നിലുള്ള മനുഷ്യഭാവത്തിനെയും തന്നിലുള്ള പരമാത്മസ്വഭാവത്തിനെയും രണ്ടായിട്ട് പിരിച്ചിട്ട് ഇരട്ടകളായിട്ട് ബദരികാശ്രമത്തിൽ ജനിച്ചു. നരൻ എന്നും നാരായണൻ എന്നുള്ള പേര്. ഇതിൽ നരൻ ഒരു വികാരജീവിയല്ല. നാരായണൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരബ്രഹ്മം ശരീരത്തിലിരിക്കുന്ന അവസ്ഥ. ആ നാരായണനാണ് ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷര മന്ത്രത്തിൻ്റെ ദ്രഷ്ടാവ്. നരൻ പടച്ച് പടച്ച് ജീവിച്ച ആളാണ്. അതുകൊണ്ടാണ് അർജുനനായപ്പോഴും അതേ സ്വഭാവം. അപകടങ്ങളിലൊക്കെ പോയി ചാടും. ഈ പുരാണങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ ഭഗവാൻ കൃഷ്ണൻ വിളിക്കാതെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നരൻ അപകടത്തിൽപ്പെടുമ്പോഴൊക്കെയാണ്. ശ്രദ്ധിച്ചാൽ കാണാം. അർജുനൻ ഓരോ അപകടങ്ങൾ ഉണ്ടാക്കും. തീ ചാടി മരിക്കാൻ തീരുമാനിക്കും, അഗ്നികുണ്ഡം കൂട്ടും, ചാടാൻ പോകും. ഗോവിന്ദ ദ്വാരകാവാസം എന്ന് വിളിച്ചപ്പോഴേ ദ്രൗപദിക്ക് പോലും വന്നിട്ടുള്ളൂ. ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അർജുനൻ്റെയോ നരൻ്റെയോ ഗ്രേറ്റ്നെസ് പറയാനല്ല. അതവർക്കുള്ള ഗ്രേറ്റ്നെസ് ഞാൻ പറഞ്ഞ് ഉണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല, അതവിടെ ഉണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മളിലൊക്കെ ഈ നരനുണ്ടെന്നും ആ ഭാവത്തിൽ നമ്മൾ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഈ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ സദാ നമ്മൾ വിളിക്കാതെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് മനസ്സിലായിക്കോളും. ഇതിൽ നരൻ്റെ വിദ്യ പഠിപ്പിച്ചവനാണ് വിശ്വാമിത്രൻ, നാരായണൻ്റെ വിദ്യ പഠിപ്പിച്ചവനാണ് വസിഷ്ഠൻ. ഇത് രണ്ടും പഠിക്കണം നമ്മൾ, ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. രാമാവതാരത്തിൽ നരൻ കുറച്ച് അധികമായിരുന്നു പ്രപ്പോർഷൻ ഒരു ശരീരത്തിൽ. അതുകൊണ്ടാണ് അത്രയ്ക്ക് ദുഃഖം അനുഭവിച്ചത്. ഇനി എനിക്ക് ഇത്ര ദുഃഖം ഒന്നിച്ചൊരു ശരീരത്തിൽ അനുഭവിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് കൃഷ്ണാവതാരയപ്പോൾ രണ്ടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു. അർജുനനുമായി കൃഷ്ണനുമായി അങ്ങനെ രണ്ടായി പിരിഞ്ഞത്. നരാംശം വളരെ അധികമുള്ള മറ്റൊരു അവതാരമാണ് നരസിംഹം. കാരണം കോപം നരനെ ഉണ്ടാവുള്ളൂ, നാരായണൻ ഉണ്ടാവില്ല, ഉണ്ടാവാൻ പറ്റില്ല. പരശുരാമനിലും നരാംശം വളരെ അധികമാണ്. പക്ഷെ ഭഗവാൻ അത് കൃഷ്ണാവതാര കാലമായപ്പോൾ രണ്ടായിട്ട് അങ്ങോട്ട് പിരിച്ചു കളഞ്ഞു. ഇവിടെ സ്റ്റുഡൻ്റായിട്ട് കിട്ടിയിട്ടുള്ള രാമനിൽ നരാംശമാണ് അധികം. അതുകൊണ്ട് വസിഷ്ഠൻ കൊടുത്ത വിദ്യയെക്കാട്ടിലും ഒരു പണത്തൂക്കം അധികമാണ് വിശ്വാമിത്രൻ കൊടുത്ത വിദ്യയ്ക്ക്. കാരണം നരന് എന്ത് ആവശ്യമുള്ള വിദ്യയുണ്ടോ ആ വിദ്യയാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തത്. സത്യത്തിൽ ഭഗവാൻ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് ഭഗവാൻ ആ 28 വയസ്സിൻ്റെ അപ്പുറത്തേക്കൊക്കെ ജീവിച്ചിരുന്നത് അത്ഭുതമാണ്. ഒരു ശരാശരി മനുഷ്യനാണെങ്കിൽ ശരീരം അന്നേ കളഞ്ഞിട്ടുണ്ടാവും. അവസാനവും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നോക്കിയാൽ സരയൂ നദിയിൽ ശരീരം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ അത് എന്താണെന്ന് നമുക്ക് ആലോചിച്ചറിയാം, അല്ലേ? നമ്മളതിനെ ആലങ്കാരികമായിട്ടൊക്കെ പറയണമെന്നുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഒരു എളിയ ചിന്തയാണ്, അവരുടെയൊക്കെ മടിയിലിരുന്നിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ഭഗവാന്മാരെ നമ്മളെപ്പോലെ മനുഷ്യരായിട്ട് കാണാൻ ശ്രമിച്ചാലുണ്ടല്ലോ നമുക്ക് അവരോട് ഇനിയും അറ്റാച്ച്മെൻറ്റ് കൂടും, ഇനിയും നമുക്ക് അവരോട് സ്നേഹം കൂടും. കാരണം അവർ ഭഗവാന്മാരാണെന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് ഒരിക്കലും ഒരു ആശ്വാസമാവുന്നില്ല. അവർ ഭഗവാന്മാരാണ്, അവരെ കൊണ്ടൊക്കെ അതൊക്കെ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യായം കണ്ടെത്തും. അത് കണ്ടെത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ, സർവം സഹനായിട്ടുള്ളൊരു മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചെടുത്തു? ശ്രീരംഗത്ത് പറയും, അവിടുത്തെ അഴകിയ മണവാളെന്ന് പറഞ്ഞിട്ടൊരു വിഗ്രഹമുണ്ട്, അത് ശ്രീരാമസ്വാമിയാണ്. ആ ശ്രീരാമസ്വാമി പുറകുന്ന് കാണാനാണ് ഭംഗി. ഞാൻ ചില പ്രഭാഷണങ്ങളിൽ അടുത്ത കാലത്ത് പറഞ്ഞത്, ഭഗവാനെ കാണാൻ പുറകുന്ന് കാണാനാണ് അത്ര കൂടുതൽ സൗന്ദര്യം ശ്രീരാമനെ, നേരിട്ട് മുന്നിൽ നിന്ന് കാണുന്നേക്കാട്ടും. അതിനൊരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, കാരണം മുന്നിൽ ചെന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന കണ്ട് നമുക്ക് സങ്കടം വരും. പുരുഷന്മാരിൽ ദുഃഖത്തിൻ്റെ ആൾരൂപമായിട്ട് മാറിയ ആളായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് ഭഗവാൻ. കാരണം അദ്ദേഹം ധർമ്മം അനുഷ്ഠിച്ചത് തനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനവധി ദുരിതങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. അതിന് മാത്രം ദുഃഖ ദുരിതങ്ങൾ ഭഗവാൻ പൂർവ്വജന്മത്തിൽ എന്താ ചെയ്തിട്ടുള്ളത് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം പരശുരാമൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് രാമൻ ജനിച്ചിട്ടുള്ളത്. സ്വന്തം അമ്മയെ കൊന്നു എന്നുമായുള്ള പാപങ്ങളൊന്നും രാമനിലേക്ക് പകർന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്നിട്ട് ഭഗവാൻ എന്തിനിങ്ങനെ ജീവിച്ചു എന്നുള്ളത്
നമുക്കൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഭഗവാൻ അത് എങ്ങനെ തരണം ചെയ്യാൻ പറ്റി എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഈ രണ്ട് ഗുരുക്കന്മാരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം അവർ കൊടുത്ത ബലം, ആ ബലത്തിലാണ് ആ മഹാത്മാവ് നിലനിന്നത്. ഭഗവാന് ഇപ്പം രാമായണങ്ങൾ അനവധിയുണ്ട്. ഞാനിപ്പോൾ വാൽമീകി രാമായണം കേന്ദ്രീകരിച്ചാൽ കൂടുതൽ പറയാറുണ്ടെങ്കിൽ വ്യാസമഹർഷി എഴുതിയ അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ, എഴുത്തച്ഛൻ മലയാളത്തിൽ എഴുതി അതിൻ്റെ സ്വതന്ത്ര തർജ്ജമ ആയിട്ടുള്ള നമ്മൾ വായിക്കുന്ന അധ്യാത്മരാമായണം, അനവധി രാമായണങ്ങളുണ്ട്. കൃത്തിവാസ രാമായണം ബംഗാളിൽ, കമ്പരുടെ തമിഴിൽ, കണ്ണശൻ്റെ രാമായണം തന്നെ നമുക്ക് കേരളത്തിലുണ്ട്. അനവധി തുളസീദാസിൻ്റെ രാമചരിതമാനസം, ആ മഹാഗുരുക്കന്മാരെ ഒക്കെ നമുക്ക് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. ഹനുമാൻ സ്വാമിയുടെ ഒരു രാമായണമുണ്ട്, നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത്. എനിക്ക് വളരെ രസമായിട്ടൊരു രാമായണം ഒരു 17-18 വയസ്സുള്ളപ്പോൾ കിട്ടിയിട്ടുണ്ട്. മലേഷ്യയിലുള്ളൊരു രാമായണം. അതിൻ്റെ പേര് എന്താണ്? ഹിക്കായത്ത് സേരി രാമ, അതാണ് ആ രാമായണത്തിൻ്റെ പേര്. ഈ സേരി രാമ നല്ല രസമാണ് വായിക്കാൻ. 99% കഥകളും വാൽമീകി രാമായണത്തിലെ പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾക്ക് കഥയുടെ രസത്തിന് അത് ശരിയാണോ അല്ലയോ, ഒറിജിനൽ വാൽമീകി രാമായണം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഭഗവാനെക്കുറിച്ചുള്ള എന്തും അമൃതമാണ്. അപ്പോൾ അതാത് നാടുകളിൽ ഭഗവാനെക്കുറിച്ചുണ്ടായ കഥകളുടെ ചില ഒഴുക്കുകളൊക്കെ കാണാം. അതിൽ ഭഗവാൻ വസിഷ്ഠൻ്റെ ഗുരുകുലത്തിൽ കുറച്ച് കാലമൊക്കെ താമസിച്ച് പഠിച്ചതിന് ശേഷം ഒരു 3 മാസക്കാലം വേറൊരു മഹർഷിയുടെ അടുത്ത് പോയിട്ട് പഠിച്ചു അത്ര, ലക്ഷ്മണനും രാമനും കൂടെ. നീലപൂർവൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുടെ. ആ മഹർഷി ഒന്ന് സ്മരിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പറഞ്ഞത്, ഗുരുക്കന്മാരുടെ ദിവസമാണുള്ളതെന്ന്. 3 മാസക്കാലം അവിടെ താമസിച്ച് പഠിച്ച അനവധി വിദ്യകളും അസ്ത്രങ്ങളും അവിടെ അഭ്യസിച്ചു. അതേപോലെ നാഗസ്കന്ധ പതീലദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷിയെക്കുറിച്ച് കൂടെ പറയുന്നുണ്ട്. ഈ മഹർഷിയുടെ അടുത്തുനിന്നും 3 അസ്ത്രങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ ഭഗവാൻ പഠിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നീലപൂർവൻ എന്ന് പറയുന്ന മഹർഷിയെ ഭഗവാന്റെ ഗുരുക്കന്മാരുടെ ലിസ്റ്റിൽ, അതായത് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ, അല്ലാണ്ട് അദ്ദേഹത്തിന് അനവധി ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അഗസ്ത്യ മഹർഷി ആദിത്യഹൃദയ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, ഭരദ്വാജൻ്റെ രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, അനവധി പേര് ഉപദേശിക്കുന്നുണ്ട് ഭഗവാനെ. അതൊന്നുമല്ല, അവരെയൊക്കെ നമുക്ക് ഭഗവാന്റെ ഗുരുക്കന്മാരായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ രാമായണത്തിൻ്റെ ആ വിശാല ഭൂമികയിൽ നമ്മൾ കാണുന്ന ഈ 2 മഹാസ്തംഭങ്ങളെ പോലെ നിൽക്കുന്ന വസിഷ്ഠൻ്റെയും വിശ്വാമിത്രൻ്റെയും അല്ലാണ്ട് ഒരു 10-100 രാമായണങ്ങൾ തിരഞ്ഞ് നോക്കുമ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വീണ്ടും പ്രിൻ്റിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഡോക്ടറേറ്റ് എടുത്ത 1950s എഴുതിയൊരു പുസ്തകമാണ് ഫാദർ കാമിൽ ബുർക്കെ. അദ്ദേഹം ഒരു പാതിരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ വിശേഷമായിട്ടുള്ള, അദ്ദേഹത്തെ പോലെ ഒരാളും ഇത്രയധികം രാമായണങ്ങൾ പരിശോധിച്ചിട്ടൊരു പുസ്തകം എഴുതിയിട്ടില്ല. ആത്മാർത്ഥമായിട്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു വർക്കാണ്. അതൊരു മതപദ്ധതി അവഹേളിക്കാനോ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിനോ വേണ്ടി ഒന്നും എഴുതിയിട്ടുള്ളതല്ല. അതിൽ ഇന്നീ ലോകത്തിലുള്ള ഒട്ടുമിക്ക രാമായണങ്ങളെ അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ വിദ്യാഭ്യാസ കാലം ബാലകാണ്ഡം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ബാലകാണ്ഡം തന്നെ എഴുതി ചേർക്കപ്പെട്ടതാണ് പിൽക്കാലത്തെന്നാണ് സങ്കല്പം. ആ എഴുതി ചേർക്കപ്പെട്ടതാണെങ്കിലും ആ ബാലകാണ്ഡത്തിൻ്റെ അനവധി പാഠഭേദങ്ങളിൽ ഈ നീലപൂർവൻ എന്ന് പേരുള്ള ഒരു ഗുരുനാഥനെ കൂടെ കാണാം. അദ്ദേഹത്തിൻ്റെ എന്ന് പഠിച്ചത് എന്താണെന്ന് പക്ഷേ ഈ സേരി രാമയിൽ പറയുന്നില്ല. അസ്ത്രം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ഭഗവാന്റെ ഒരു ഗുരുസ്ഥാനം പ്രക്ഷിപ്ത കഥകളോ അല്ലെങ്കിൽ മറ്റ് രാമായണത്തിലാണെങ്കിലും നമുക്കതിനെ കൊടുത്തേ പറ്റൂ, ആ ഗുരുസ്ഥാനത്തിന്. എന്താണെങ്കിലും ആ പ്രധാന കഥയിലേക്ക് ഭാഗത്തിലേക്ക് നമുക്ക് ചെല്ലാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഘട്ടങ്ങളാണ്. ഒന്ന്, ഭഗവാന്റെ വളരെ ചെറിയ പ്രായത്തിൽ അക്ഷരം പഠിപ്പിക്കുന്ന പ്രായം തൊട്ടിട്ട്, ഭഗവാനെ ആരാണ് അക്ഷരം പഠിപ്പിച്ചതെന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ഒരുപക്ഷെ ആദ്യത്തെ ഗുരു കൗസല്യ തന്നെയായിരുന്നിരിക്കും. എപ്പോഴും അമ്മമാരാണല്ലോ മക്കൾക്ക് പറയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ആ അമ്മ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണതൊക്കെ അമ്മമാരായിരിക്കും. അപ്പോൾ കൗസല്യ തന്നെയായിരിക്കും. ദശരഥന് ഇതിനൊന്നും സമയമില്ല. അദ്ദേഹത്തിന് 3 പത്നിമാരുടെ വീടുകളിൽ തന്നെ പോകാൻ സമയമില്ല. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലം. അപ്പോൾ അദ്ദേഹത്തിന് ശ്രീരാമസ്വാമിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ശാന്ത എന്നായിരുന്നു. കൃത്തിവാസ രാമായണത്തിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ശാന്തയാണ് വൈശാലി സിനിമയിൽ ലോമപാദൻ അവസാനം കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ലേ ഒരു പെൺകുട്ടിയെ, വൈശാലിക്ക് കൊടുക്കാതെ. ആ കഥാപാത്രം ഭഗവാന്റെ ചേച്ചിയാണ്.
ലോമപാതന് വളർത്താൻ കൊടുത്തതാണ്. കാരണം ഈ മകളെ കൊണ്ട് രാജ്യഭാരം ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ ഭഗവാനെക്കാട്ടിലും 14 വയസ്സോളം മൂത്ത പെൺകുട്ടിയായിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞ് ഈ കുട്ടിയെ വളരെ നേരത്തെ ദത്ത് കൊടുത്തത് കൊണ്ട് ഭഗവാൻ തന്നെയാണ് കടിഞ്ഞൂൽ സന്തതിയായിട്ട് അവിടെ വളർന്നു വന്നത്. അപ്പോൾ ആദ്യകാല ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് സ്വന്തം അമ്മയെ പറയാം. പക്ഷേ ഔപചാരിക വിദ്യാഭ്യാസം വസിഷ്ഠൻ്റെ ആശ്രമത്തിലാണ്. അത് അദ്ദേഹം ഏകദേശം 15 വയസ്സായപ്പോഴേക്കും പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് 2-3 തർക്കങ്ങളൊക്കെ ഉണ്ട്. ഭഗവാൻ താടകയെ വധിക്കുമ്പോൾ 12 വയസ്സായിരുന്നു, സീതയ്ക്ക് 6 വയസ്സായിരുന്നു എന്നും 8 വയസ്സായിരുന്നു എന്നും. എന്താണെങ്കിലും അവരുടെ വിവാഹം ബാലവിവാഹമായിരുന്നു, ബാല്യവിവാഹം തന്നെയായിരുന്നു. അമ്മ പ്യൂബർട്ടി ഒന്നും എത്തിയിരുന്നില്ല കല്യാണം കഴിയുന്ന സമയത്ത്. 16 വയസ്സോളം പ്രായമുള്ളപ്പോഴാണ് അമ്മയ്ക്ക് അയോധ്യ വിട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ വാൽമീകി എഴുതിയിട്ടുണ്ട്, പുരജനങ്ങൾ അതിസുന്ദരിയായിട്ട് യൗവനത്തിലെത്തിയ സീതയെ കണ്ടിട്ട് അത്ഭുതത്തോട് കൂടിയിട്ട് നമസ്കരിച്ചു എന്നാണ് പറഞ്ഞു. അവിടെ അപ്പോഴാണ് കാണുന്നത്. ഭഗവാൻ അപ്പോൾ 28 വയസ്സും അമ്മയ്ക്കൊരു 24 വയസ്സോ 25 വയസ്സും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു റഫ് കണക്കുകൾ. ചിലർ പറഞ്ഞിട്ട് 35 വയസ്സായിരുന്നു. എന്നാലും ഒരു മധ്യവയസ്സിലേക്ക് ഭഗവാൻ കയറിയിട്ടില്ല. രാവണൻ 20,000 വർഷമാണ് രാവണൻ്റെ ആയുസ്. ആ 20,000 വർഷത്തിൽ 19,999 വർഷവും രാവണൻ കിങ് തന്നെയായിരുന്നു. അവസാനത്തെ 1 കൊല്ലമാണ് ഈ പറഞ്ഞ സംഭവം നടന്നത്. അതുവരെ അദ്ദേഹത്തെ അനക്കാൻ സാധിച്ചിട്ടില്ല. താടകയെ കൊല്ലുവാൻ വേണ്ടി വിശ്വാമിത്രൻ വന്നിട്ട് രാമനെ ചോദിക്കുമ്പോൾ ദശരഥൻ പേടിച്ചിട്ട് പറയുന്നത്, ഇത് രാവണൻ്റെ നിർദ്ദേശം കൊണ്ടാണ് താടകയെ പോലുള്ളവർ മാരീചിനെ പോലുള്ളവർ ഇങ്ങനെ കളിക്കുന്നത്. എനിക്കും എൻ്റെ മക്കൾക്കും പോലും രാവണനെ എതിർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പേടിച്ച് പറയേണ്ട. ആലോചിച്ച് നോക്കണം, 10 ദിക്കിലേക്ക് ദേവന്മാർക്ക് വേണ്ടി ഒരേ സമയം തേരോടിച്ച നേമി എന്ന് പറയുന്ന രാജാവായിട്ടുള്ള ദശരഥനാണ് ഈ പേടിച്ച് പറയ്ക്കുന്നത്. ശരിക്കും ഭയാക്രാന്തനായിട്ടാണ് വാൽമീകി രാമായണത്തിൽ പറയണത്, മഹർഷി എനിക്ക് പേടിയാണ്. ഇതിൻ്റെ പുറകിൽ ഇദ്ദേഹത്തിൻ്റെ രാവണൻ്റെ പ്രേരണയുണ്ട്, അതുകൊണ്ട് ഞാൻ പോലും പര്യാപ്തമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ ഏകദേശം 15 വയസ്സെന്നാണ് യോഗവാസിഷ്ഠ രാമായണത്തിൽ പറയുന്നത്. അത് വ്യാസമഹർഷി എഴുതിയതാണെന്നും വാൽമീകി എഴുതിയതാണെന്നും ഒക്കെ തർക്കാം. ചിലർ പറഞ്ഞു വാൽമീകി എഴുതിയാണ്. കാരണം രാമായണത്തിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിൽ ഉപദേശങ്ങളാണ് കൂടുതൽ. ജ്ഞാനവാസിഷ്ടം, യോഗവാസിഷ്ടം എന്നൊക്കെ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. വസിഷ്ഠ മഹർഷിയും രാമനും ശ്രീരാമസ്വാമിയും അയോധ്യയിലെ രാജസദസ്സിൽ വെച്ചിട്ട് 18 ദിവസത്തോളം നീണ്ടു നിന്നുള്ള ഒരു ചോദ്യോത്തരങ്ങളുണ്ടായി. അതിന് കാരണം എന്താ വെച്ചാൽ ശ്രീരാമസ്വാമി തൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തത് അദ്ദേഹം ഒരു തീർത്ഥാടനത്തിന് പോയി. ബുദ്ധനെ പോലെ വിരക്തനായിട്ട് തിരിച്ചു വന്നു. ബുദ്ധനാകെ ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ പുറത്തിറങ്ങിയുള്ളൂ. ശ്രീരാമസ്വാമി കുറച്ചധികം ദിവസം സഞ്ചരിച്ചു. വാർദ്ധക്യം കണ്ടു, ദാരിദ്ര്യം കണ്ടു, രോഗം കണ്ടു, ദുരിതം കണ്ടു. അതോടുകൂടിയിട്ട് ഈ 10, 14, 15 വയസ്സുള്ള കുട്ടിക്ക് ഇനി ജീവിക്കണ്ട, എന്താ ഇപ്പം ഇങ്ങനെ ഒരു മനുഷ്യന്മം കിട്ടിയിട്ട് കാര്യം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കണ്ട് മനസ്സ് തകർന്നിട്ട് ആ കൊട്ടാരത്തിൽ തിരിച്ചു വന്ന് ആരോടും മിണ്ടാണ്ട് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ മക്കൾ ആത്മവിചാരം ചെയ്യണ കാണുമ്പോൾ ഭൗതികതയിൽ ഊന്നിയിട്ടുള്ള അച്ഛനമ്മമാർക്ക് തോന്നുന്നത് എന്താ അറിയുമോ, മക്കൾക്ക് ഡിപ്രഷൻ സിക്നസ് ആണെന്ന്. അതാണ് ആദ്യം തോന്നുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ പലവിധ പ്രയോഗങ്ങൾ നടത്തും. അതിലാദ്യത്തെ പണിയാണ് കല്യാണം കഴിപ്പിക്കാം. ഡിപ്രഷൻ കൂട്ടാനുള്ള മാർഗ്ഗമാണ് അതെന്ന് ആർക്കാർക്കും അറിയില്ല. പക്ഷേ എന്താണെങ്കിലും ആ ഭാവപ്പകർച്ചയിൽ ദുഃഖിതനായിട്ട് ദശരഥൻ ഈ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിനുള്ള മാർഗം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് തന്നെയാണ് വിശ്വാമിത്രൻ അവിടെ എഴുന്നള്ളിയതും വിശ്വാമിത്രൻ ഈ കുട്ടിയെ ചോദിച്ചത്. പക്ഷേ രാമൻ മാനസികമായിട്ട് തയ്യാറല്ല ഇപ്പോൾ എന്ന് യോഗവാസിഷ്ഠ രാമായണത്തിൽ പറയുന്നു. അങ്ങനെ മാനസികമായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി രാമനെ ആ സദസ്സിൽ വെച്ചിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ, രഹസ്യമായിട്ടൊന്നുമല്ല. കാരണം രാമന് രഹസ്യ ദുഃഖങ്ങളൊന്നുമില്ല. പ്രപഞ്ചത്തിൽ സൽബുദ്ധിയുള്ളവർക്കൊക്കെ തോന്നുന്ന വിഷമങ്ങളെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ ഗുരുവായൂരപ്പ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാവർക്കും വേണ്ടി, നമുക്ക് വേണ്ടിയിട്ട് വസിഷ്ഠൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു. വസിഷ്ഠൻ അതിനൊക്കെ അദ്വൈതത്തിനെ ഇങ്ങനെ ആറ്റി കുറുക്കിയെടുത്തിട്ടുള്ള ഉത്തരങ്ങൾ, വേദത്തിൻ്റെ അച്ചാറെടുത്തിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നു.
അദ്വൈതമാർഗത്തിൽ സഞ്ചരിക്കുന്നവരൊക്കെ യോഗവാസിഷ്ടം നിഷ്കർഷമായിട്ട് പഠിക്കണം, ഒരു സംശയവും. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വളരെ എളുപ്പമാണ് ജീവിതം നശ്വരമാണ്, നിരർത്ഥകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദാന്തം പറയാം. പക്ഷെ വേദാന്തം ശരിക്കും അങ്ങനെയല്ല പറയണം. വേദാന്തം പറയേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്, നമ്മളൊക്കെ ഒരു പർപ്പസോടെ ജനിച്ചിരിക്കും. ചില ആൾക്കാർ പറഞ്ഞു കേൾക്കാം, എൻ്റെ ജാതകം നോക്കി ഇപ്പോൾ വളരെ കഷ്ടമാണ്, പക്ഷെ പൂർവ്വജന്മത്തിൽ ഞാൻ വളരെ ഉന്നത കുലജാതനായിട്ടുള്ള ഏതോ എന്തൊക്കെയോ ആയിരുന്നു, യോഗിയായിരുന്നു എന്നൊക്കെ പറയും. മഹാത്മാക്കളെ അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ ഈ ജന്മം എന്തിന് നിങ്ങൾ ജനിച്ചു? അപ്പോൾ അവിടെ എന്തോ കുഴപ്പമുണ്ടായിട്ടാണല്ലോ ഇപ്പോൾ ജനിച്ചത്. അപ്പോൾ ഇതാണ് അടുത്ത അവസരം, ഇതേ കയ്യിലുള്ളൂ, ഇതിൽ ഉന്നതനാവാൻ നോക്കുക, വേറെ മാർഗമില്ല. അപ്പോൾ രാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എവിടെയും താൻ നാരായണനാണെന്നുള്ള ചിന്തയേ ഇല്ലാതെ നമ്മളിൽ ഒരുത്തനായിട്ടാണ് എന്നും പെരുമാറിയിട്ടുള്ളത്. കൃഷ്ണനിലെത്തുമ്പോൾ എന്താ വെച്ചാൽ ആ ബോധം സദാ ഉറച്ചു നിൽക്കണു, ദേവകി പറ്റ ശരീരത്തിൻ്റെ അകത്തത് ഇരിക്കണമെന്ന് മാത്രം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഈ കയ്യിൽ ചമ്മട്ടിയും പിടിച്ച് കയ്യിൽ ശംഖും പിടിച്ച് നിൽക്കുന്ന ആളായിട്ടുള്ള കൃഷ്ണനാണ് ഞാൻ, കൃഷ്ണൻ ഞാൻ 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 എന്ന് പറയണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത വായിച്ച് നിങ്ങൾ വിഡ്ഢികളാകും. അവിടെ ഭഗവാൻ പറയണത് പരമാത്മാവായിട്ടുള്ള ബോധമായിട്ടുള്ള ബ്രഹ്മമായിട്ടുള്ള ഞാൻ എന്നാണ് ഗുരുവായൂരപ്പൻ പറയണത്. അല്ലാണ്ട് ആ 5 ഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വേടൻ്റെ അമ്പ് കൊണ്ട് നശിച്ചിട്ടുള്ള ശരീരത്തിൽ ഇരുന്നിട്ടുള്ള ആളല്ല ഈ ഞാൻ, അർജുന ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആളാണെന്നുള്ള ബോധത്തോടെ വേണം ഗീത വായിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൻ്റെ പരിമിതികളിൽ കുടുങ്ങിപ്പോകും. വിഗ്രഹത്തിലോ രൂപത്തിലോ പോലും കുടുങ്ങാതിരിക്കണം. അതാണ് അദ്വൈതത്തിൻ്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ മറികടക്കാൻ പറ്റില്ല. അപ്പോൾ അനവധി ഇത്തരം വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കഥകളൊക്കെ ചേർത്ത് 18 ദിവസത്തെ തത്വോപദേശമായിട്ട് യോഗവാസിഷ്ടം എന്ന് പറയുന്ന ഒരു ക്രീം ഓഫ് നോളജ്, ഔപചാരിക വിദ്യാഭ്യാസം കൊടുത്തു എന്നുള്ളത് വിട്ടേക്കും, അതെല്ലാവർക്കും കിട്ടേണ്ടതാണ്. അത് കിട്ടിയില്ലെങ്കിൽ കഷ്ടമാണ്. കൂട്ടി വായിക്കാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് പിന്നെ സ്വന്തം വായന കൊണ്ടും അന്വേഷണം കൊണ്ടും കണ്ടെത്തേണ്ടതായിട്ടുള്ള ചിലതുണ്ട്. എല്ലാം ടീച്ചർമാർ പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ ചിലത് പോയി ചോദിക്കും. ഇപ്പം ഞാൻ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് സർക്കാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി തന്ത്രവിദ്യാഭ്യാസ പരിഷ്കരണത്തിന്, എന്തോ കാരണം കൊണ്ട് എന്നെയും പിടിച്ചിട്ടു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കേരളത്തിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോയി. വളരെ പ്രീമിയറായിട്ട് തന്ത്രം പഠിപ്പിക്കുന്ന ചില സ്ഥലങ്ങളിൽ പോലും ആചാര്യന്മാർ പറയുക, ഇപ്പോഴത്തെ കുട്ടികൾ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമുച്ചയോ അല്ലെങ്കിൽ ക്രിയാദീപികയോ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളല്ലാതെ എനിക്കൊരു സ്വയംവര മന്ത്രത്തിൻ്റെ പ്രയോഗം എന്താ ഒന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഗുരുനാഥ എനിക്ക് വനദുർഗ എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഗായത്രിയുടെ തന്നെ പ്രയോഗങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം. ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇപ്പോൾ ചോദിക്കാറില്ല. കാരണം അവർക്ക് ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ സമയമില്ല. പരീക്ഷ തോറ്റാൽ കോഴ്സ് വിട്ട് പോകാം എന്നുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് വന്നവരായതുകൊണ്ട് മനഃപൂർവ്വം തോൽക്കണമെന്ന്. ഇതാണ് അവസ്ഥ നമ്മുടെ ക്ഷേത്രങ്ങളിൽ. കാരണം ഇവരൊക്കെയാണ് നാളെ വരാൻ പോണത്. ഓർത്തോളൂ, നമ്മുടെ തലമുറ കടന്നു പോകും. ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ നാളെ അമ്പലങ്ങളിൽ തൊഴാൻ വരുമ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും ഭഗവാനെ സേവിക്കേണ്ടതാണ്. ഞാൻ മോശമായിട്ട് പറയല്ല, അതാണ് കാലത്തിൻ്റെ അവസ്ഥ. ഇവിടെ രാമൻ പഠിച്ചതുകൊണ്ട് തൃപ്തനായില്ല. ജീവിതത്തിൽ അനുഭവം തേടിയിട്ട് പ്രപഞ്ചത്തെ ഗുരുവാക്കിയിട്ട്, പ്രപഞ്ചവും ഭഗവാൻ തന്നെ, ആ പ്രപഞ്ചത്തെ ഗുരുവാക്കുക. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. ഭഗവാനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ല, യാത്രകൾ ചെയ്യുക. അതിൽ നിന്ന് കിട്ടിയ അറിവ് പക്ഷെ അദ്ദേഹത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അദ്ദേഹം എല്ലാവിടെയും കണ്ടത് ദുരിതമാണ്. ആ ദുരിതത്തിനെ കൃഷ്ണനെ പോലെ കർമ്മസിദ്ധാന്തവുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു അറിവ് ഒരുപക്ഷെ രാമൻ്റെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നോ തോന്നിപ്പോകും. കാരണം കൃഷ്ണൻ എല്ലാം കർമ്മസിദ്ധാന്തത്തിലാണ് ബന്ധിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇത് അനുഭവിക്കണമെങ്കിൽ ഇത് നിങ്ങളുടെ പൂർവ്വകർമ്മമാണെന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ച ഒരു ഗുരുനാഥനെ വേറെ കാണില്ല. അതുകൊണ്ടാണ് മനുഷ്യ മനസ്സുകളെ ഇത്ര നന്നാക്കി മനസ്സിലാക്കിയ വേറൊരു സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും ഭഗവാനെ പോലെ വേറൊരാളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാം കർമ്മസിദ്ധാന്തത്തിൽ കൂടിയാണ് ഭഗവാൻ കണ്ടത്. ഗുണപ്രധാനമായിട്ടുള്ള മനസ്സിനെയും കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജന്മത്തെയും പ്രവൃത്തിയെയും ഇത്ര വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്ത വേറൊരു ഗുരുവിനെ കണ്ടു. പക്ഷെ ശ്രീരാമൻ്റെ കാലത്ത്
അദ്ദേഹത്തിൽ ഇന്നേറ്റ്ലി ആ നോളജ് വന്നിട്ടില്ല. ഈ കർമ്മസിദ്ധാന്തം സാന്ദീപിനിയാണ് കൃഷ്ണന് പഠിപ്പിച്ചു കൊടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗോവർദ്ധനത്തിൻ്റെ ഇന്ദ്രൻ്റെ യാഗം മുടക്കണ സമയത്തുള്ള ആ 7 വയസ്സുള്ള കുട്ടിയുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താ മുതലെന്ന് വരാൻ പോണത്. അപ്പോൾ ആ പ്രായത്തിൽ അദ്ദേഹത്തിന് അതുണ്ടെങ്കിൽ അതിൻ്റെ ഉണർവിൽ തന്നെയാണ് അദ്ദേഹം ഇരുന്നിരിക്കുന്നത്. ആ ജന്മത്തിലെ അദ്ദേഹം ആ ഉണർവിലാണ്. പക്ഷെ രാമൻ്റെ ആ ഉണർവ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത് ഉണർത്താൻ വസിഷ്ഠനെ പോലെ ഒരാൾ വേണം. അപ്പം ലോകത്തിൽ ഇറങ്ങിച്ചെന്നു, പഠിക്കാൻ ശ്രമിച്ചു, കണ്ടത് മുഴുവൻ ദുരിതമാണ്. പക്ഷെ ഈ ദുരിതവും ഇതിൽ കാണുന്ന സന്തോഷവും സകലതും നശ്വരവുമാണ്. ഇതെല്ലാം ഈശ്വരൻ്റെ രൂപങ്ങളാണ് എന്നുള്ള അദ്വൈത ബോധത്തിലേക്ക്, ദ്വന്ദ്വങ്ങളെ മുഴുവൻ, സുഖം ദുഃഖം, ചൂട് തണുപ്പ്, ആണ് പെണ്ണ്, ഉയർന്നവൻ താഴ്ന്നവൻ, ധനികൻ ദരിദ്രൻ, ഇങ്ങനത്തെ എല്ലാ ദ്വന്ദ്വങ്ങളെയും, ഈശ്വരവിശ്വാസി നിരീശ്വരവാദി അതും പെടിട്ടോ ദ്വന്ദ്വത്തിൽ, ഇതൊക്കെ ആ സാക്ഷാൽ ബ്രഹ്മം, ആ ബോധം എന്ന് പറയുന്ന 2 അക്ഷരം. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരെ പോലുള്ള മഹാഗുരു, അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് നമസ്കരിക്കും. അദ്ദേഹം പറഞ്ഞ ബോധം എന്ന് പറഞ്ഞാൽ 2 അക്ഷരം എന്നാണ് പറയുക. ആ ബോധം എന്ന് പറഞ്ഞാൽ 2 അക്ഷരം, ആ 2 അക്ഷരമാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കിയാൽ വേറെ ഒന്നും അറിയേണ്ടതില്ല. അത് അറിയിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ പഠിപ്പിച്ചത്. അങ്ങനെ കേട്ടാൽ മാത്രം പോരാ, അത് ഇംബൈബ് ചെയ്യണം, ബോധത്തിൽ ഉറയ്ക്കണം, അനുഭവത്തിൽ വരണം. നമ്മൾ എത്ര ബ്രഹ്മജ്ഞാസ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മസൂത്രം വായിച്ച് കാണാപ്പാഠം പഠിച്ചു, ജന്മാദ്യസ്യേതോ അതും പഠിച്ചു, പിന്നെ അതിൻ്റെ വിപുലീകരണമായിട്ടുള്ള ഭാഗവതവും പഠിച്ചു, സത്യം വരം ദീപഹീന്ന് ജപിച്ചു. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് അകത്ത് വരണം, അതങ്ങോട്ട് തോന്നണം. അങ്ങനെ തോന്നുമ്പോൾ എന്താ, പേടിക്കണ്ട. ജ്ഞാനേശ്വരൻ പ്രതിഷ്ഠാനപുരത്തിലെ ഒരു മതിലിൻ്റെ മുകളിലിരിക്കുമ്പോൾ അവിടെ ഒരു പോത്തിൻ്റെ പുറത്ത് ചാട്ട കൊണ്ട് അടിച്ചു ആരോ. 12 വയസ്സുള്ള കുട്ടി അയ്യോ എന്നും പറഞ്ഞിട്ട് വേദനിച്ചു അത്ര. പോത്തിനെ അടിച്ച ചാട്ട മുതുകിൽ കിടക്കണു. കാരണം ബ്രഹ്മബോധം അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സുഖവും ദുഃഖവും സകലതും ഒരേ സമയം അനുഭവവേദ്യമാവുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഉള്ള ആ അനുഭവജ്ഞാനം കൊണ്ട് ശ്രീരാമൻ ജ്ഞാനിയായി, കർമ്മയോഗിയായി, ജീവൻ മുക്തനായി, ലോകക്ഷേമാർത്ഥം സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറായി എന്നാ പറയുന്നത്. ഈ ഉപനിഷൽ സാരത്തിനെ മുഴുവൻ ചാറിനെ അതിൻ്റെ എടുത്ത് കൊടുത്തിട്ടുള്ള ആ മഹൽ കൃതിയാണ് ശരിക്കും യോഗവാസിഷ്ഠം. എല്ലാവരും പഠിക്കേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ തിയറി പോർഷൻ, നമുക്ക് ആവശ്യമുള്ള വസിഷ്ഠൻ്റെ അറിവ് അത് യോഗവാസിഷ്ഠത്തിലുണ്ട്. ഇനി അരമണിക്കൂറിൽ ഞാൻ വിശ്വാമിത്രൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. അത് കുറച്ച് ത്രില്ലാണ് ഇപ്പോഴും പറയാൻ, നല്ല രസമാണ് നമുക്ക്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിശ്വാമിത്ര മഹർഷി തീ കുരുത്തവനാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഋഷി പരമ്പരയിലൊന്നും ജനിച്ച ആളല്ല. ഇപ്പോൾ മുക്കുവന്മാരുടെ വംശത്തിൽ ജനിച്ചവനാണെന്ന് പറഞ്ഞാലും കൃഷ്ണദ്വൈപായനൻ്റെ അച്ഛൻ പരാശരനാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ പിതാവല്ലേ ശക്തി എന്നൊക്കെ പറയുന്ന ഒരു മഹർഷിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് സാക്ഷാൽ വസിഷ്ഠനാണ്. പാരമ്പര്യമുണ്ട്. ഇദ്ദേഹം അങ്ങനെയല്ല, ഇദ്ദേഹം അസൽ ക്ഷത്രിയൻ, കൗശികപുത്രനും ഗാധിയുടെ പുത്രനും ഒക്കെ പറയും. ഗാധിയുടെ പുത്രൻ എന്നാണ് കൂടുതൽ പ്രശസ്തി. അതുകൊണ്ടാണ് നമ്മൾ ഗായത്രിയുടെ മന്ത്രദ്രഷ്ടാവായിട്ട് പറയുമ്പോൾ ഗാധിനോ വിശ്വാമിത്ര ഋഷി എന്നാണ് പറയും. അല്ലാണ്ട് വെറും വിശ്വാമിത്ര ഋഷി എന്ന് പറയില്ല, ഗാധിയുടെ പുത്രൻ എന്നാണ് പറയും. വിശ്വമിത്രനുമല്ല, ഒരു ദീർഘം കൊടുത്തിട്ടുണ്ട്, വിശ്വാമിത്രൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ആളല്ല, അനുഭവത്തിൻ്റെ തീച്ചൂളെ കൂടെ ഫൈറ്റ് ചെയ്ത് കയറി വന്ന ആളാണ്. ആധ്യാത്മികതയിലും ഫൈറ്റ് ചെയ്ത് കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. വിശ്വാമിത്രൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പണ്ട് ഞാൻ ഈ അംബരീഷചരിതം പറഞ്ഞ സമയത്ത് എനിക്ക് വേണം ഗുരുവായൂർ വെച്ചിട്ടാവും, അത് യൂട്യൂബിൽ വേറൊരു പ്രഭാഷണത്തിലുണ്ട്. ദുർവാസാവിൻ്റെ ചരിത്രം മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അംബരീഷചരിതം പറയുമ്പോൾ സാര ദുർവാസാവിനെ എല്ലാവരും കോമാളിയാണ്, കഥകളിയാണ് അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത്. ദുർവാസാവ് കോമാളിയാക്കപ്പെടേണ്ട ഒരാളേ അല്ല. ഇപ്പോൾ തിരുവല്ല ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകൾ മുഴുവൻ ദുർവാസാവ് നിശ്ചയിച്ചിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ആ ആളെ സുദർശനോട്ട് ഓടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാക്ഷാൽ മഹാദേവനാണ് ദുർവാസാവ്. ശിവശങ്കര സർവാജ്ഞൻ ശ്രീമാതർ ഭുവനേശ്വരി എന്നുള്ള 2 നാമല്ലാണ്ട് ആ നാക്കിൽ വേറെ ഒന്നും വരില്ല. പക്ഷേ നാരദ മഹർഷിയെ പോലെ
കോപം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ദുർഗുണത്തിനെ, സദാവരണ ദുർഗുണത്തിനെ ഈശ്വരീയമായ കാര്യങ്ങൾക്കും പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്കും ഫലമുണ്ടാകുന്ന തരത്തിൽ ഉപയോഗിച്ച് ശുദ്ധീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പഠിക്കുന്നത്. നമ്മുടെ കോപം പോലും ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അത് ഗുണകരമാവും. കോപമാണല്ലോ ഏറ്റവും ബുദ്ധിയെ മറയ്ക്കുന്ന, മോഹത്തെ ഉണ്ടാക്കുന്ന, മായയിലിടുന്ന വസ്തു. കാമത്തിനെക്കാട്ടിലും പ്രശ്നമാണ്. കാരണം കാമം നടക്കാണ്ട് വരുമ്പോഴാണ് ഈ കോപം ഉണ്ടാവുക. അങ്ങനെ ഉള്ള കോപത്തിനെ പോലും ശുദ്ധീകരിച്ചവനാണ് ദുർവാസാവ്. അപ്പോൾ ഈ വിശ്വാമിത്ര മഹർഷി ഭഗവാന് 15 വയസ്സ് തികയണ സമയത്താണ് ആ വേദാധ്യയനം നടന്നു കഴിഞ്ഞു, ധനുർവിദ്യ പഠിച്ചു കഴിഞ്ഞു. ഈ സമയത്താണ് വിശ്വാമിത്രൻ്റെ വരവ്. വാൽമീകി രാമായണത്തിൽ എവിടെയും യോഗവാസിഷ്ടം പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കറിയുന്നില്ല. എന്നാലും അത് നമ്മളെടുത്ത് അതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ചിലപ്പോൾ വസിഷ്ഠ മഹർഷി രാമന് വളരെ മുന്നേ തന്നെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. രാമൻ തീർത്ഥാടനത്തിന് പോയ കഥയൊക്കെ വാൽമീകി രാമായണത്തിൽ എവിടെയും വരുന്നില്ല. രാവണനെ വധിച്ചതിന് ശേഷം പോയിട്ടുള്ള തീർത്ഥാടനത്തിന് പോയതും വാൽമീകി രാമായണത്തിൽ എവിടെയും വരുന്നില്ല. വാൽമീകിയുടെ രാമൻ പാവം ഒരു മനുഷ്യനാണ്. നമ്മളെയൊക്കെ പോലെ കുത്തിയ മുറിവേൽക്കും, നെഞ്ചു മുറിഞ്ഞ, അകത്തു മുറിഞ്ഞ കരയും, അധർമ്മത്തിനെതിരെ ശബ്ദം ഉയർത്തും, അങ്ങനെയൊക്കെയുള്ള ഒരു പാവം മനുഷ്യനാണ്. പക്ഷെ പിന്നീട് അധ്യാത്മരാമായണത്തിലൊക്കെ എത്തുമ്പോൾ അദ്ദേഹം നാരായണൻ്റെ അവതാരം തന്നെയായിട്ട് മാറി. എങ്ങനെയാണെങ്കിലും ഒരു ദിവസം ബന്ധുക്കളും മറ്റാൾക്കാരുമൊക്കെ ആയിട്ടൊക്കെ മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദശരഥൻ വളരെ എന്താ പറയുക, വിഷമത്തോടു കൂടിയിട്ട് പറയുക, പിതുശുശ്രൂഷണരഥ ധനുർവേദേജ നിഷ്ഠിത അധ രാജാ ദശരഥസ്തേഷാം ദാരക്രിയാം പ്രതി. ദാരക്രിയ, ഭാര്യ കണ്ടെത്തുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവന് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണ് പറയണത്. നല്ലൊരു കുട്ടി ആലോചിക്കണ്ടേ, അവന് പ്രായമായില്ലേ എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ തന്നെയാണ് ദാരക്രിയ, കല്യാണാലോചന, അതാണ് ദാരക്രിയ. അത് ചെയ്യണ്ടേന്ന് ചോദിക്കണം. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഈ പെൺകുട്ടിയെ ആലോചിക്കേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിശ്വാമിത്ര മഹർഷി കയറി വരും. ബ്രഹ്മർഷിയുടെ ആ സന്ദർശനം കണ്ടിട്ട് ദശരഥൻ അങ്ങോട്ട് വളരെ സന്തോഷമായി, നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ എന്താവശ്യം വേണമെങ്കിലും ഞാൻ നടത്തി തരാം എന്നാണ് പറയണം. രാജാവിൻ്റെ എന്താ പറയുക, സഭയിലേക്ക് കയറി വന്ന അദ്ദേഹത്തിനെ മുൻകാലം ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ വലിയൊരു ബിസിനസ്സുകാരനായിരിക്കുമ്പോൾ എൻ്റെ ജോലിക്കാരനായിരിക്കുക അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തോറ്റായിരുന്ന മറ്റൊരാൾ എന്നോട് വൈരാഗ്യം ഉണ്ടായിട്ട് അയാളും അതേ ബിസിനസ് ചെയ്ത് എൻ്റെ റൈവലായി മാറി വന്നു കഴിഞ്ഞാൽ ഞാൻ അയാളെ എവിടെ കണ്ടാലും മുഖത്ത് പോലും നോക്കില്ല, അല്ലേ? പക്ഷേ വസിഷ്ഠൻ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു എന്നാണ്. വിശ്വാമിത്രൻ ഉണ്ടാവാൻ കാരണം വസിഷ്ഠനാണ്, അല്ലേ? അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. രാജാവും ഋഷിയും എന്നുള്ള നിലയ്ക്ക് ഒരു സ്വത്തിന് വേണ്ടിയിട്ട്, ഒരു പശുവിന് വേണ്ടിയിട്ട് അവർ തമ്മിൽ തല്ലി. അതിൽ നിന്നുണ്ടായ വാശിയിലാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായത്. തൃശങ്കുവിന് വേണ്ടി സ്വർഗം പോലും സൃഷ്ടിച്ചത് ആ വാശിയുടെ മുകളിലാണ്. ഹരിശ്ചന്ദ്രൻ്റെ അച്ഛനായിരുന്നു തൃശങ്കു. അങ്ങനെ ഉള്ള 2 ആർട്ട് റൈവൽസ്. ആധ്യാത്മികതയിലെ റൈവലറി അവർക്കില്ല. എത്ര വലിയ ശത്രുവാണെങ്കിലും അറിവിനെ മാനിക്കുക എന്നുള്ളത് സനാതനധർമ്മത്തിൻ്റെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ ലക്ഷണമായിരുന്നു. അതുകൊണ്ട് വസിഷ്ഠനും എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു. എന്നിട്ട് വിശ്വാമിത്രനെ വസിഷ്ഠൻ്റെ തൊട്ടടുത്ത് തന്നെ അതേ നിരപ്പുള്ള സിംഹാസനത്തിലിരുത്തി ആദരിക്കുകയാണ്. അതായത് ആധ്യാത്മികതയും ലൗകികതയും രണ്ടിനും വിദ്യ തുല്യ പ്രാധാന്യമാണ്. ഒരു ഗൃഹസ്ഥാശ്രമിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനഃപൂർവ്വം നമുക്കൊക്കെ വേണ്ടത് ലൗകികതയാണ്. പക്ഷെ പുറമേ പറയും ആധ്യാത്മികതയാണ് വലുത്. എന്തിനാ ഈ ഇരട്ടത്താപ്പിൽ ജീവിക്കുന്നത്? ഇതാദ്യം അംഗീകരിച്ചാൽ ആധ്യാത്മികത നന്നായി വളരും അപ്പുറത്ത്. അതാരും ചെയ്യുന്നില്ല. നമ്മുടെ ഒക്കെ പ്രശ്നം അതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടതൊന്ന്, എന്നിട്ട് നമ്മൾ വെറുതെ ഏതോ സോഷ്യൽ നോംസിനോട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ നമ്മളല്ലാത്ത എന്തോ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് ഈ ഉള്ളതും കൂടെ താഴോട്ട് പോകും. ബിക്കോസ് വി ആർ ബീങ് ഇൻസിൻസിയർ ടു അവർ സെൽസ്. നമ്മളോട് തന്നെ സത്യസന്ധത ഇല്ലായ്മ കാണിക്കണേ. നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞാൽ അവനവനെ ചതിക്കലാണ്. അവനവനെ ചതിക്കാത്ത ഒരുത്തം മറ്റുള്ളവരെയും ചതിക്കില്ല, അത് ഉറപ്പാണ്.
അപ്പോൾ അവനവനെ ചതിക്കാതിരിക്കുക എന്നുള്ളത് പഠിപ്പിക്കലാണ് ഇവരെ പോലുള്ളവരുടെ ജോലി. അത് ആധ്യാത്മികതയിൽ ഒട്ടും പാടില്ല. കാരണം ആധ്യാത്മികതയിലാണ് അഹങ്കാരം ഒരു അണുവിട വന്നാൽ പോലും പണി കിട്ടുന്നത്. നഞ്ചിൻ്റെ ഒരു അംശം പാലിൽ വീണാൽ എന്താവും, അതുപോലെയാണ് ആധ്യാത്മികതയിൽ അഹങ്കാരം. ഞാൻ എന്തൊക്കെയോ അറിഞ്ഞു, എനിക്ക് ചെയ്യണതൊക്കെ ശരി, ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്, നോക്കൂ കാലം കളയണു, പുഴുക്കളുടെ ജീവിതം ജീവിച്ചിട്ട് ഞങ്ങളൊക്കെ ജപിച്ച് പറയരുത്. അതിലും നല്ലത് ഭൗതിക ജീവിതത്തിൽ ഇരുന്നിട്ട് മഹാ അഹങ്കാരിയായിട്ടിരിക്കുന്നതാണ്. അവന് പിന്നെയും സ്വർഗം കിട്ടും. അതുകൊണ്ടാണ് ദുര്യോധനന് കിട്ടിയത്. ആധ്യാത്മികതയിൽ ഈ പകുതി ബന്ധമാതിരി അവിടെ ഇവിടെ അല്ലാണ്ട് കിടക്കരുത്. അതുകൊണ്ടാണ് വിശ്വാമിത്രനും വസിഷ്ഠനും രണ്ടും വേണം നമുക്ക്. അപ്പോഴേ വേവ് കറക്റ്റാവും. ശിഷ്യനെ അറിഞ്ഞു കൊടുക്കുകയും വേണം. ഇന്നലെ ഞാൻ ഗുരുദിനത്തിൻ്റെ ഗുരുപൂർണിമയുടെ സന്ദേശം വേണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അരിയുടെ വേവ് നോക്കണ മാതിരിയാണ് ശിഷ്യന്മാർ. ചിലർ പെട്ടെന്ന് വേവും, ചിലർ വേവില്ല, അവിടെ കിടക്കും തിളച്ച് നമ്മുടെ വെടിയുണ്ട ചോറ് കിട്ടില്ലേ ഹോട്ടലുകളിലൊക്കെ, ആ സാധനം എനിക്കത് കഴിച്ചാൽ തലവേദന വരും. അപ്പോൾ ആ ചോറ് കണ്ട സാറ് വ്രതത്തിലാണ് വയ്ക്കും, ആണെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉള്ള ചോറ് ആയിട്ടുള്ള ചിലവരുണ്ട്, എത്ര ഇട്ട് തിളപ്പിച്ചാലും വേവില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് അവരെ തള്ളിക്കളയാൻ പറ്റില്ല, അവരെ വേവിച്ചെടുക്കണം. ശ്രീരാമകൃഷ്ണദേവൻ്റെ 18 ശിഷ്യന്മാരും 18 തരായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആരും അദ്ദേഹം തന്നെമാരി ആക്കാൻ നോക്കിയില്ല. അതാണ് യഥാർത്ഥ ഗുരു. യഥാർത്ഥ ഗുരു അങ്ങനെയാണ്. ആ വ്യക്തിയുടെ ഗുണഗണങ്ങൾ എന്താണ്, ആ വ്യക്തിയുടെ പരിമിതികൾ എന്താണ്, അതിൽ നിന്നുകൊണ്ട് ആ ആളെ ശിവനാക്കുക. ഗുരുവിൻ്റെ ജോലി എന്താ? എല്ലാവരെയും ശിവനാക്കുക. താൻ ആദ്യം ശിവനാവുക, മറ്റുള്ളവരെയും ശിവനാക്കുക. അതിന് താൻ പോകുന്ന വഴിയിൽ തന്നെ പോകണം. താൻ ജപിച്ച മന്ത്രമേ ചെല്ലാവൂ. തൻ്റെ ഗുരു തന്നെ പഠിപ്പിച്ച രീതിയെ നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിംഗിൾ ഫോർമുല ഇല്ല. സനാതന ധർമ്മത്തിൽ അതില്ല. നമ്മൾ അങ്ങനെ അല്ല. നമുക്ക് സെമറ്റിക് റിലീജിയൻസിൻ്റെ മാതിരി ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് പോകാൻ പറ്റില്ല. സർവതന്ത്ര സ്വതന്ത്രമാണ്. ഏത് മാർഗത്തിൽ പോയാലും വളഞ്ഞു തിരിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എത്താം. ഗുരുവായൂർക്ക് ഇപ്പോൾ പാലക്കാട്ട് നിന്ന് 3-4 വഴിയുണ്ട്. വടക്കാഞ്ചേരി എരുമപ്പെട്ടി വഴി പോയാൽ കിലോമീറ്റർ കുറവാണ്, പക്ഷെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഷോർട്ട് കട്ടുകൾ എടുക്കരുത്. ഇങ്ങനെ അനവധി ഫാക്ടേഴ്സ് ഉണ്ട് ഇതിലൊക്കെ. അപ്പം ഇവിടെ വിശ്വാമിത്രൻ വരുന്നത് കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയായിട്ടാണ്. എന്താ പദ്ധതി? താൻ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹായാഗം നടത്തണം സിദ്ധാശ്രമത്തിൽ വെച്ചിട്ട്. ആ സിദ്ധാശ്രമത്തിലെ യാഗത്തിനെ സ്ഥിരമായിട്ട് 2 രാക്ഷസന്മാർ, മാരീചനും സുബാഹു എന്നും പറഞ്ഞിട്ടുള്ള 2 പേരും ഒന്ന് ഉപദ്രവിക്കണം. അവർ ചോരയും മാംസത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വലിച്ചെറിയണം. യജ്ഞവേദിയെ മുഴുവൻ അശുദ്ധാക്കും. എന്നിട്ട് വിശ്വാമിത്രൻ തൻ്റെ തന്നെ സ്വഭാവം നന്നായിട്ട് അറിയുന്ന ആളാണ്. വിശ്വാമിത്രന് തൻ്റെ സ്വഭാവത്തിനെ നന്നായിട്ടറിയാം. എന്താ തൻ്റെ സ്വഭാവം? നജമേ ക്രോധമുത്സ്രഷ്ടും ബുദ്ധിർഭവതി പാർത്ഥിവ തഥാഭൂതാ ഹി സാചര്യ ന ശാപസ്തത്ര മുച്യതേ. എനിക്ക് ഭയങ്കര ദേഷ്യ മഹാരാജാവേ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. വിശ്വാമിത്രൻ ക്ഷത്രിയനാണ് അടിസ്ഥാനമായിട്ട്. കാരണം നമ്മൾ എന്ത് വലിയ ബ്രഹ്മർഷി ആയാലും നമ്മുടെ അടിസ്ഥാന വാസന അനുകൂല സാഹചര്യത്തിൽ പൊട്ടും. വേറെ ആരും നോക്കാനില്ലെങ്കിൽ ആയിരിക്കുന്ന ആളെ അപ്പം മറക്കും. വലിയ ബ്രഹ്മജ്ഞാനിയായിരിക്കും, പക്ഷെ വേറൊരാൾ കാണേണ്ടതെന്ന് മറക്കും. വിശ്വാമിത്രൻ പറയണം, തൻ്റെ പരിമിതി തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ഋഷി. ഇവിടെ പറയാം, എൻ്റെ ബുദ്ധി ക്രോധത്തിൽ പ്രവേശിക്കരുത്, അത് വരാണ്ട ഞാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. സ്പൈഡർമാൻ്റെ വരികൾ മറക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ഇരിക്കണവർക്ക് വേണ്ടി മാത്രമല്ല, കുറേ കുട്ടികളൊക്കെ കേൾക്കുന്ന ആളെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്തായാലും യൂട്യൂബിലേക്ക്. അപ്പോൾ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്വം കൂടും, നമുക്ക് ശക്തി വർദ്ധിക്കും തോന്നും. മനസ്സൊന്ന് ചെറുതായിട്ട് വിഷമിച്ചാൽ പോലും മതി. മഹാത്മാവിൻ്റെ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തഫലം അപ്പുറത്ത് വരും. അതുപോലും വരരുത് എന്ന് കരുതുന്നവരാണ് യഥാർത്ഥ മഹാത്മാവ്. വിശ്വാമിത്രൻ പറയണ, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി ക്രോധത്തിൽ പ്രവേശിക്കരുത്, ഞാൻ ക്രുദ്ധനാവരുത്. മാത്രമല്ല, കാരണം അത് എന്നെ നശിപ്പിക്കും. എനിക്ക് എൻ്റെ തപശക്തി നശിപ്പിക്കാൻ വയ്യ. പണ്ടേ മേനക വന്നിട്ടുണ്ടായ ഒരു പുലിവാല എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നശിപ്പിക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ യജ്ഞത്തിനൊരു വിധിയുണ്ട്. ഇതിൻ്റെ കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ, ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ശപിക്കാൻ പാടില്ല.
ആരും ശപിക്കരുത്. പ്രാവാന മനസ്സിലൊരു മോശം പോലും, കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അഹിംസയായിട്ട് മാറും. അതുപോലും പാടില്ല. അപ്പോൾ ഇതിനുള്ള പോംവഴിയായിട്ട് പറയണതാണ് സത്യപരാക്രമൻ, രാജശാർദൂലൻ, ചെറുപ്പക്കാരൻ, നിൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള രാമനെ യജ്ഞരക്ഷാർത്ഥം എനിക്ക് വിട്ടുതരാം. എൻ്റെ സംരക്ഷണത്തിൽ അവൻ്റെ ദിവ്യമായിട്ടുള്ള തേജസ് കൊണ്ട് യജ്ഞം മുടക്കുന്നവരെ നശിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്നാണ് പറയണം. ആ വരികൾ ഇതാണ്: വീര്യോക്സിക്തൗ ഹിതൗ പാപൗ കാലപാശവശം ഗതൗ രാമസ്യ രാജശാർദൂലന പര്യാപ്തൗ മഹാത്മന. അങ്ങനെയുള്ള ആ പ്രായത്തിൽ തന്നെ ഇവനൊരു മഹത്തായ രാജാവാകും എന്ന് പറയുന്നതുകൊണ്ട് രാജശാർദൂലൻ എന്ന് പറഞ്ഞ ടൈഗർ, ദ കിങ്ലി ടൈഗർ എന്ന് വിളിക്കണത് 15 വയസ്സുള്ള കുട്ടിയാണ് കിങ്ലി ടൈഗർ എന്ന് വിളിച്ചത്. അപ്പം ഭഗവാന്റെ കാലത്തൊക്കെ മനുഷ്യർക്ക് നല്ല ഉയരമുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ 15 വയസ്സുള്ള കുട്ടികൾക്ക് നല്ല ഉയരമുണ്ട്. അതിലും എത്രയോ ശരീരത്തിന് ഉയരമുള്ള ഭഗവാന്റെ കാലത്തൊക്കെ തന്നെ ഒരു യുവാവിൻ്റെ അത്രയും ഒത്ത ശരീരം 15 വയസ്സാകുമ്പോഴേക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ പരാക്രമിയായിട്ടുള്ള ഈ കുട്ടിയെ തന്നെ വിട്ടുതരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെറുതെ വിട്ടുതരണം എന്നല്ല പറഞ്ഞു, ഞാൻ അവന് സകലവിധ ശ്രേയസ്സും കൊടുത്തു കൊള്ളാം. ഞാൻ അവനെ 3 ലോകങ്ങളിലും കീർത്തിമാനായിട്ടുള്ള ഒരാളാക്കി മാറ്റും, ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോമിസും കൊടുക്കണം. അതായത് വെറുതെ അയക്കണ്ട, എൻ്റെ കൂടെ ഒരു ബെനിഫിറ്റ് വേണ്ടേ നമുക്ക് എന്ത് കാര്യത്തിനും. രാജാവാണെങ്കിലും കുട്ടിയെ വിട്ടുതരാൻ പറയുമ്പോൾ രാജാവിൻ്റെ ആറ്റുതോറ്റ് കിട്ടിയ സന്തതിയാണ്. അവനെ ഞാൻ വിട്ടുപിടുക്കനാക്കിയിട്ട് ത്രൈലോക്യങ്ങളിലും കീർത്തിയുള്ളവനാക്കിയിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് വിഷമിച്ച് ആ ആറ്റുനോറ്റ് കിട്ടിയിട്ടുള്ള എന്താ പറയുക, കുട്ടിയെ വിട്ടുകൊടുക്കാൻ ദശരഥന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വിശ്വാമിത്രൻ്റെ വാക്കുകളിൽ കിടക്കുന്ന ഒരു ഗുരുനാഥൻ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് പറയണം ഞാൻ പഠിപ്പിക്കാമെന്ന്. അത് മനസ്സിലാക്കാനും അദ്ദേഹത്തിന് അധികം സാധിച്ചില്ല. വാസ്തവത്തിൽ നമ്മുടെ ഒരാൾ വന്ന് സഹായം ചോദിക്കുമ്പോൾ ഒന്ന് അയച്ച് സഹായിക്കണം, എൻ്റെ കാര്യം സങ്കടമാണ്, യാഗം നടത്തണം, അങ്ങനെയല്ല ചോദിച്ചത്. നിരാശയില്ല, അപേക്ഷയില്ല, ഒന്നുമില്ല. അവനെ വിട്ടുതരണം, എനിക്ക് ശപിക്കാൻ പറ്റാനിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഐ ആം ഗിവിങ് യുവർ സൺ എ ചാൻസ് എന്നാണ് ശരിക്കും വിശ്വാമിത്രൻ അവിടെ പറഞ്ഞത്. എന്ത് ചാൻസ്? ടു റീഡിസ്കവർ ഹിംസെൽഫ്. ഡിസ്കവർ ഹിംസെൽഫ് അല്ല, റീഡിസ്കവർ. അവനവനെ വീണ്ടും കണ്ടെത്താൻ. എന്താ വീണ്ടും കണ്ടെത്താൻ? നാരായണനാണ്. അത് കണ്ടെത്താനാണ് കൊണ്ടുപോകണത്. ആ കണ്ടെത്താൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ്, ചില ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് ഇടിച്ചു കയറി വരും. അങ്ങനെ വരികയാണ്. എന്നിട്ട് പറയുക യജ്ഞസംരക്ഷണം എന്നുള്ളത് ഒരു കാരണമാണ്, അതിൻ്റെ ഒരു കാര്യം മാത്രമാണ്. അതിന് ആ ചലഞ്ചിനെ നേരിടാൻ പറ്റിയ ഒരാളായിരിക്കണം ആര്? ജീവിതമാകണ സമരമാണ് അവിടെ യജ്ഞം. അതിനെ ഭഗവാനെ മുൻനിർത്തിയിട്ട് നേരിടാൻ സാമാന്യ ജനത്തിനെ പഠിപ്പിക്കാൻ പോകും വിശ്വാമിത്രൻ. അതുകൊണ്ട് അദ്ദേഹം വിശ്വാമിത്രനായത്. ലോകത്തിൻ്റെ മുഴുവൻ ഫ്രണ്ടാവണമെങ്കിൽ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യണ ഒരുത്തനായിരിക്കണം. അവിടെ ഭഗവാനെ മുൻനിർത്തിയിട്ടാണ് ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. വിശ്വാമിത്രൻ ശരിക്ക് ഈ ആദ്യം തന്നെ ഈ ആശീർവദിച്ച് ഞാൻ അവനെ സകല ലോകങ്ങളിലും കീർത്തിമാനാക്കും എന്ന് പറയുമ്പോൾ പിൽക്കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ളത് മുഴുവൻ ആ അഹല്യാമോക്ഷം ഒക്കെ സകലതും നോക്കി പോയി കഴിഞ്ഞാൽ എത്രമാത്രം അന്വർത്ഥമായിരുന്നു നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ശിക്ഷണം. അപ്പോൾ 16 തികയാത്ത കുട്ടിയാണ് എന്ന് സങ്കടം പറഞ്ഞു ദശരഥൻ. ആലോചിച്ച് നോക്കണം, 10 മിനിറ്റ് മുമ്പാണ് വിശ്വാമിത്രൻ മരണത്തിന് മുമ്പ് അവിടെയുള്ള ആൾക്കാരത്തൊക്കെ നമുക്ക് അവന് കല്യാണം ആലോചിക്കണ്ടേ, അവൻ മുതിർന്നില്ലേ എന്ന് ചോദിച്ചത്. കാര്യം വന്നപ്പോൾ നേരെ തിരിഞ്ഞു, അവൻ 16 തികയാത്ത കുട്ടിയാണെന്നായി. അങ്ങനെ 16 തികയാത്ത കുട്ടിയാണെന്നായതോട് കൂടിയിട്ട് വസിഷ്ഠൻ എഴുന്നേറ്റ് പറഞ്ഞു, രാജാവേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിശ്വാമിത്രനുണ്ടല്ലോ ഇയാൾ സാധാരണക്കാരനല്ല, എനിക്ക് തുല്യമായിട്ടുള്ള ഒരാളാണ്. വിശ്വാമിത്രൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയിൻ്റെ നടുക്ക് അമൃത് വെച്ച പോലെയാണ്. ആ അമൃതിനെ ആർക്കും തൊടാൻ പറ്റില്ല. അവിടെ രാമനാണ് അമൃത്, വിശ്വാമിത്രനാണ് തീയ്. ആ തീയിൻ്റെ സംരക്ഷണം ഉണ്ടാവും. വില്ല് തൊട്ടവനോ തൊടാത്തവനോ ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും വിശ്വാമിത്രൻ രക്ഷിക്കാനുണ്ടെങ്കിൽ ഒരു രാക്ഷസനും അവനെ തൊടില്ല. അതങ്ങ് മനസ്സിലാക്കണം. വീരന്മാരിൽ ഉത്തമനാണ്, ബുദ്ധിയുള്ളവരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനാണ്,
തപസ്വികളിൽ വെച്ചിട്ട് മഹാതപസ്വികൾ. ഇതിൻ്റെ ഒക്കെ അപ്പുറം അസ്ത്രവിദ്യയിൽ അദ്ദേഹത്തിനോട് കടപിടിക്കുന്ന ഒരാളില്ല. അതുകൊണ്ട് രാമനെ അയക്കണം. ഗുപ്തം കൗശികപുത്രേണ ജ്വലേനാനാമൃതം യഥാ ഏഷ വിഗ്രഹവാൻ ധർമ്മ ഏഷ വീര്യവതാം വര ഏഷ വിദ്യാധികോ ലോകേ തപസശ്ച പരായണം ഏഷോ അസ്ത്രാൻ വിവിധാൻ വേത്തി ത്രൈലോക്യേ സചരാചരേ ന മന്യ പുമാൻ വേത്തി ന ച വേത്സ്യന്തി കേചന ന ദേവാനർഷയ കേചിന്നാമരാ ന ച രാക്ഷസ. ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. രാമോ വിഗ്രഹവാൻ ധർമാന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെ ഏഷ വിഗ്രഹവാൻ ധർമാന്ന് വിശ്വാമിത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ധർമ്മം രൂപമെടുത്ത് നിൽക്കണ ഒരുത്തനെ വേറൊരുത്തനെ ധർമ്മം രൂപമെടുത്ത് നിൽക്കണവനാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിശ്വാമിത്രൻ്റെ കൂടെ നീ പറഞ്ഞയക്കണം, ധൈര്യമായിട്ട് പറഞ്ഞയച്ചോ. എന്തിന് പറഞ്ഞയക്കണം? തേഷാം നിഗ്രഹണേ ശക്ത സ്വയം ച കുശികാത്മജ തവ പുത്രഹിതാർത്ഥായ, നിൻ്റെ മകൻ്റെ ഹിതത്തിനായിട്ട് അവന് നന്മ വരാനായിട്ട് നീ അവനെ ധൈര്യമായിട്ട് പറഞ്ഞയക്കണമെന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കണം. ഇത് കേട്ടിട്ടാണ് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ഗുരുവിൻ്റെ വാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഉടുമ്പെന്ന് പറയാൻ അറിയാമല്ലോ, നമ്മൾ കോട്ടകളുടെ മുകളിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കണം. ഈ ഉടുമ്പിൻ്റെ തോലിന് ഭയങ്കര കട്ടിയാണ്. അതിൻ്റെ തോല് ഉരിച്ചിട്ട് ആ തോല് കൊണ്ടാണ് ഈ കയ്യിൽ പടച്ചട്ടയുടെ ഉറയുണ്ടാക്കുക. അൽപീരാമായണത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ കയ്യൊറയുടെ കയ്യിന് ഇടണ ഷീൽഡ് ഉടുമ്പിൻ്റെ തോലുകൊണ്ടുള്ള കയ്യൊറ ഇട്ടിട്ട് ആ പിടിക്കുന്ന ഭാഗത്തും അത് ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ്, വില്ല് കയ്യിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ബൈക്കേഴ്സ് കണ്ടിട്ടില്ലേ, റാലിക്കൊക്കെ പോകുമ്പോൾ ഒരു ഗ്രിപ്പുള്ള ഇതിടും, കയ്യിൽ ഗ്ലൗസ് ഇടും. അതുപോലെ വില്ല് കയ്യിൽ നിന്ന് വീഴാൻ പാടില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് ഗ്രിപ്പായിട്ട് പിടിക്കാനായിട്ട് വില്ല് കയ്യിൽ നിന്ന് വഴുതാൻ പോലും പാടില്ല. കാരണം ലക്ഷ്യം ചെറുതായിട്ട് പോലും മാറരുത് ഇവിടുന്ന് അസ്ത്രം അയക്കുമ്പോൾ. അതിൻ്റെ ഉറയും ധരിച്ച് അരയിൽ വാളും തൂക്കി ആ ചേട്ടനും അനിയനും സന്തോഷത്തോട് കൂടിയിട്ട് മഹർഷിയെ പിന്തുടർന്നു എന്നാണ് പറഞ്ഞത്. മറ്റേതെങ്കിലും ഒരു അവസരം തരട്ടെ ഗുരുവായൂരപ്പൻ, എന്തൊക്കെ വിസ്തരിച്ച് പറയാം. അപ്പം ആ സരയൂ നദി കടക്കണതിന് മുമ്പ് മഹർഷി അന്നത്തെ ദിവസം തന്നെ 2 വിദ്യകൾ ഉപദേശിച്ചു കൊടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യകൾ ബലാന്നും അതിബലാന്നും പേരോട് കൂടിയിട്ടുള്ളത്. ഇത് എല്ലാ അറിവുകളുടെയും അമ്മമാരാണ് എന്ന് പറഞ്ഞിട്ടാണ്, സർവജ്ഞാനസ്യ മാതരവ് എന്ന് പറഞ്ഞിട്ടാണ് ഉപദേശിച്ചു കൊടുത്തത്. അത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം എന്നൊക്കെ പറയുന്നുണ്ട്. ന ശ്രമോ ന ജ്വരോ വാദേന രൂപസ്യ വിപര്യയാ ന ച സുപ്തം പ്രമത്തം വാ ദർശയിഷ്യന്തി നൈർഹൃത. അത് എങ്ങനത്തെ വിദ്യയാണ്? ഏതദ്വിദ്യ ദ്വയേ ലബ്ധേന ഭവേത് സദൃശസ്തവ ബലാജ അതിബലാജൈവ സർവജ്ഞാനസ്യ മാതരവ്. എല്ലാ അറിവുകളുടെയും മുകളിലുള്ള അറിവാണെന്ന് അവരുടെ കൊടുക്കണം. വിദ്യാദ്വയമധീയാനേ യശശ്ചാത ഭവേത് ഭുവി പിതാമഹസുദേഹ്യേതേ വിദ്യേ തേജസ്സമന്വിതേ. പിതാമഹസുതയാണെന്ന്, ബ്രഹ്മാവിൻ്റെ പെൺമക്കളാണെന്നാണ് പറയണത് അതിബലിയും ബലിയും. വേദമന്ത്രങ്ങളാണ്. അതിൽ ബലാമന്ത്രം, വേദമന്ത്രം, താന്ത്രിക മന്ത്രം നമുക്ക് ഇങ്ങനൊരു വേദിയിൽ ചൊല്ലി കേൾപ്പിക്കാൻ പറ്റില്ല. ഞാൻ പല സ്ഥലത്തും ആൾക്കാരോട് ചൊല്ലിക്കോളാൻ പറയാറുണ്ട്. ബലം വർദ്ധിക്കാൻ, മനസ്സിന് ബലം വർദ്ധിക്കാൻ വിശേഷമാണ് ഹനുമാൻ സ്വാമിയുടെ ഉപചാരമന്ത്രം. അത് ഈ ബല അതിബലയുടെ ബലാമന്ത്രം തന്നെയാണ് പിൽക്കാലത്ത് ഭഗവാന്റെ അനുചരനായി വരണ ഹനുമാന്റെ മന്ത്രം എന്ന് പറയുമ്പോൾ അതിലൊരു രഹസ്യം കിടക്കുന്നുണ്ട് രാമായണത്തിൽ. അത് ആലോചിച്ച് കണ്ടുപിടിക്കും. സമയമല്ലേ നമുക്ക് പറയാം. ബലം തേജി തനൂഷുണോ ബലമിന്ദ്ര നളുൽസുന ബലം തോകായ തനയായ ജീവസേ തൊംഹി ബലദാസി. ഈ മന്ത്രമാണ് ബലാമന്ത്രം. ഇത് വേദത്തിലുള്ള മന്ത്രമാണ്. ഇത് ആർക്കും ചെല്ലാം, ദീക്ഷയൊന്നും വേണ്ട, ധൈര്യമായിട്ട് ചെല്ലാം. ശരിക്കും വ്യത്യാസം വരും. മനസ്സ് പടയ്ക്കണ സമയം എന്നല്ല, സദാ 11 രൂപയെങ്കിലും കുറഞ്ഞത് ചെല്ലുക. നല്ല മനോബലവും ശരീരബലവും ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. എങ്ങനെയാണെങ്കിലും അവസാനം പറയുന്നൊരു വാക്കും കൂടെയാണ് അതിൽ രാമന് പ്രചോദനമാണ്. കാരണം ഒരുപക്ഷെ യോഗവാസിഷ്ടമൊക്കെ കേട്ടിട്ട് വന്നിരിക്കുകയല്ലേ. ആത്മസാക്ഷാത്കാരം കിട്ടാൻ നിങ്ങൾ 2 കുട്ടികൾക്ക് അർഹതയുണ്ട്, നിങ്ങളതിന് പ്രാപ്തരാണെന്നും കൂടെ പറയും. അപ്പോൾ ബലിയും അതിബലിയും വിശപ്പും ദാഹവും ഇല്ലാണ്ടാക്കാനുള്ള മന്ത്രങ്ങളല്ല, ആത്മസാക്ഷാത്കാരത്തിനുള്ള മന്ത്രമാണ്. അതിൻ്റെ സാധനയിലിരിക്കുമ്പോൾ വിശപ്പുകൊണ്ടോ ദാഹമോ കൊണ്ടോ സാധനയ്ക്ക് മുടക്കം വരരുത്. ഇടയ്ക്കിടയ്ക്ക് എണീച്ച് പോയിട്ട് വല്ലതും കഴിക്കാൻ അടുക്കളയിൽ ചെന്നിട്ട് സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് കണ്ടിട്ടില്ലേ ചില ആൾക്കാരുണ്ട് കടലേക്ക് അടുത്ത് വെച്ചിട്ടിരിക്കും. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ശരീരം അങ്ങനെ ആയിപ്പോയി. പ്രഹ്ലാദൻ്റെ മാതിരി 5 വയസ്സിലൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ മുട്ട് വളയാണ്ടായപ്പോഴാണ് നമസ്കരിക്കാൻ നോക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം പണ്ട് അങ്ങനെ പറഞ്ഞു, ഈ പ്രായത്തിലൊന്നും അല്ല കേട്ടോ അമ്പലത്തിൽ പോകേണ്ടത് ജപിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊരു തലമുറ ഇപ്പോൾ കടന്നു പോയേ ഉള്ളൂ. അവരില്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തൊട്ട് എത്തിയതുമില്ല. ആ 1940s തൊട്ടുള്ള സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഒരു തലമുറ ഉണ്ടല്ലോ, ആ തലമുറയിലാണ് കേരളം നശിച്ചത്. ഞാൻ എപ്പോഴും പറയും,
അത് ഞാൻ ആ തലമുറയോട് ദേഷ്യമോ വിരോധമോ ഒന്നും ഉണ്ടായിട്ടല്ല പറയണത്. കാരണം അവരെ വഴിതെറ്റിപ്പോയി. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഇവിടെ ഉണ്ടായ ദാരിദ്ര്യവും പട്ടിണിയും മലയാളിയെ പ്രത്യേകിച്ചും സ്വാർത്ഥനാക്കി. തറവാടുകൾ നശിച്ചു, കൂട്ടുകുടുംബങ്ങൾ ഇല്ലാണ്ടായി, ന്യൂക്ലിയർ സിസ്റ്റങ്ങൾ വന്നു. അതോടുകൂടി ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് സംസാരിക്കാതായി, അവകാശങ്ങൾ മാത്രമായി വർത്തമാനം. അതോടുകൂടി നമ്മൾ കയ്യിൽ നിന്ന് പോയി. പ്രപഞ്ചത്തിൽ ഒരൊറ്റ അവകാശമേ ഉള്ളൂ എല്ലാ മനുഷ്യനും, അവനവൻ്റെ ആത്മസ്വരൂപം അറിയാനുള്ള അവകാശം മാത്രം. ബാക്കിയൊക്കെ ഉത്തരവാദിത്തം. ഇതാണ് ഡെമോക്രസി. വേറെ ഒരു ഡെമോക്രാറ്റിക് സംഭവമില്ല. അപ്പോൾ ഇവിടെ ഇതിനെ വൃത്തിയായി പഠിപ്പിച്ചു കൊടുക്കുന്നത് ബലി അധിപതി. ആ സർവജ്ഞാന മാതാക്കളായിട്ടുള്ള ബലിയുടെ അധിപരുടെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്? ക്ഷീണം, ശരീരോപദ്രവം, രൂപമാറ്റം, ഇതൊന്നും ഉണ്ടാവില്ല. ഇതിനൊക്കെ ശ്ലോകങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. ഉറക്കത്തിലോ അശ്രദ്ധ കൊണ്ടോ പോലും ഇരിക്കുമ്പോൾ, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പോലും രാക്ഷസന്മാരോ ഭൂതപ്രേത പിശാചുക്കളോ നമ്മുടെ അടുത്ത് വരില്ല. 3 ലോകങ്ങളിലും അത്യധികം കൈക്കരുത്തുള്ളവരായിട്ട് തീരും. സൗന്ദര്യം ഉണ്ടാവും, ദാക്ഷിണ്യം, ദക്ഷത. നമ്മൾ വിചാരിക്കുക ദാക്ഷിണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ദയയാണെന്നല്ല. ഒരു കാര്യം ഭംഗിയായും ചിട്ടയായും ചെയ്യാനുള്ള കഴിവാണ് ദക്ഷത. അത് ചെയ്യണവൻ ദക്ഷൻ, അത് ചെയ്യുന്നവൾ, ആ ഗുണമുള്ളവൾ ദാക്ഷായണി. അതിൻ്റെ ഗുണത്തിനെ ദാക്ഷിണ്യം. അപ്പോൾ ഒരു കാര്യപ്രാപ്തി എന്ന് വേണമെങ്കിൽ പറയാം. ബുദ്ധിശാലിത്വം. പിന്നെ ഒരു കാര്യത്തിന് സന്ദർഭമനുസരിച്ചിട്ട് ടിറ്റ് ഫോർ ടാറ്റായിട്ട് കൃത്യമായിട്ട് അപ്പ പ്രത്യുത്തര പ്രാവീണ്യം ചെയ്യാനുള്ള കഴിവ്, സന്ദർഭം അറിഞ്ഞ് പെരുമാറാനുള്ള കഴിവ്. ഇത് അഗ്രഗണ്യന്മാരായി തീരും. പിന്നെ വിശപ്പും ദാഹവും ഇല്ലാണ്ടാക്കും. അതായത് ശരീരം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഉറക്കമില്ലാണ്ടാക്കുന്ന പല കഥകളും പറഞ്ഞു കേൾക്കാറുണ്ട്. ഉറക്കമില്ലാണ്ടാക്കില്ല, ഉറക്കും. കാരണം അന്ന് രാത്രി തന്നെ രാമൻ സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. ഒരു ഗുണമേ ഉള്ളൂ, എവിടെ കിടന്നാലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതാക്കി തരും. ശരീരത്തിൻ്റെ സുഖം നോക്കാതെ ഉറങ്ങാൻ പറ്റും. നന്നായി ചിരിക്കാൻ പറ്റുക, മനസ്സ് തുറന്നിട്ട് തമാശ കാട്ടാലും അല്ലെങ്കിൽ വെറുതെ എങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുക, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുക. ഇതിൽ കവിഞ്ഞ് വലിയ 3 അനുഗ്രഹം ഒരു മനുഷ്യന് കിട്ടാനില്ല. ഇത് 3 ഉണ്ടെങ്കിൽ പിന്നെ ശ്രമിക്കേണ്ടത് അവനവൻ്റെ സ്വരൂപം കണ്ടെത്താനാണ്. അപ്പോൾ നാനാവിധ ഗുണങ്ങളൊക്കെയുള്ള ഈ പിതാമഹൻ്റെ ബ്രഹ്മദേവൻ്റെ പുത്രിമാരായിട്ടുള്ള ഈ വിദ്യകളെ പറഞ്ഞു കൊടുത്ത ഉടനെ തന്നെ ആ നൈസർഗിക ചൈതന്യം, അവർ സ്വയമേവ സംഘർഷമൂർത്തിയും സാക്ഷാൽ നാരായണനും ആയതുകൊണ്ട് ലക്ഷ്മണനും രാമനും അങ്ങോട്ട് ജ്വലിക്കാൻ തുടങ്ങിയെന്നാണ്. ആ മനോഹരമായിട്ടുള്ള ശ്ലോകം, സഹസ്രരശ്മിർ ഭഗവാൻ ശരദീവ ദിവാകര, ശരൽക്കാലത്ത് ഉദിച്ചു നിൽക്കണ സൂര്യനെ പോലെയായി എന്നാണ് പറഞ്ഞത്. ഗുരുകാര്യാണി സർവാണി നിയുജ്യ കുശികാത്മജയെ. മന്ത്രം കിട്ടി, ആ ജലത്തോട് കൂടിയിട്ട് സ്വീകരിച്ചു. മന്ത്രം സ്വീകരിച്ചു പോയിട്ട് അങ്ങോട്ട് വെട്ടി തിളങ്ങാൻ തുടങ്ങി ശ്രീരാമൻ. എന്നിട്ടോ അന്ന് രാത്രിത്തെ ഉറക്കം എത്ര വാത്സല്യത്തോടെ വാൽമീകി മഹർഷി എഴുതിയിരിക്കുന്നറിയോ? ദശരഥർ നിർവസൂനു സത്തമാഭ്യാം തൃണശയനേ അനുചിതേ തദോഷിതാഭ്യാം. പുല്ല് വിരിച്ച് കിടന്നുറങ്ങി. കുത്തണ ദർഭപ്പുല്ലിൽ, ദർഭയിൽ കിടന്നു നോക്കിയിട്ടുണ്ടോ? ദർഭയിൽ കിടന്നു നോക്കിയ ദർഭയുടെ മാറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ നഗ്നപാദങ്ങൾ തട്ടുമ്പോൾ തന്നെ ഇങ്ങനെ വരയും. ബ്ലേഡ് പോലെ ഉണ്ടാവും അല്ലേ? ആ ബ്ലേഡ് പോലുള്ളതിൽ ഈ കുശികസുതൻ്റെ, കൗശിക മഹർഷിയുടെ, കൗശികൻ എന്ന് പേരുള്ള കുശികൻ്റെ പുത്രൻ്റെ വചനങ്ങൾ കൊണ്ട് ലാളിക്കപ്പെട്ടിട്ടുള്ള ആ ദശരഥൻ്റെ പുത്രന്മാർ രാജാവിൻ്റെ മക്കൾക്ക് ചേരാത്ത പുല്ല് വിരിച്ച മെത്തയിൽ കിടന്നിട്ട് അന്ന് രാത്രി വെറുതെ അല്ല, സുഖമായിട്ട് ഉറങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ വാക്ക് തന്നെയുണ്ട്, സുഖമിവസാ വിഭഭൗ വിഭാവരീജ. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി അന്നത്തെ രാത്രി. പിറ്റേ ദിവസം രാവിലെ രാമൻ ക്ഷീണം കാരണം കുറച്ച് അധികം ഉറങ്ങിപ്പോയി. കുട്ടിയല്ലേ, 15 വയസ്സായാണ് പിള്ളേർ. രാത്രി മുഴുവൻ എണീച്ചിരിക്കും, പകൽ ഉറങ്ങുകയും ചെയ്യും. എൻ്റെ മകൻ ഉച്ചയ്ക്ക് 12 മണിയായിട്ട് എണീച്ച് വരിക. കാരണം രാവിലെ 4 മണിക്കും അവൻ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കും, രാത്രിയാകുമ്പോൾ ആരുടെ ശല്യമില്ല എന്നാണ്. ഒരു തരത്തിൽ നല്ലതാണ്. അപ്പോൾ ഇപ്പം അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ രാമനെ വിളിക്കുക അതിരാവിലെ. പ്രസിദ്ധമായിട്ടുള്ള സുപ്രഭാതത്തിലെ വരികൾ അതാണ്. കൗസല്യാ സുപ്രജാരാമ പൂർവാസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാത്മികം. ആ വെങ്കടേശ്വര സ്വാമി എല്ലാവരും, ശ്രീരാമനായിട്ടുള്ള വെങ്കടേശ്വര സ്വാമി സാഷ്ടാംഗം നമസ്കരിക്കുക. ഇവിടെ നിന്നുള്ള ഈ 2 വരികൾ എടുത്തിട്ടാണ് വെങ്കടേശ്വര സുപ്രഭാതം രചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആഹ്വാനം കേട്ടിട്ട് എഴുന്നേറ്റിട്ട് ശ്രീരാമൻ വളരെ പെട്ടെന്ന് തന്നെ അവർ തയ്യാറാവുന്നു. അതിനുശേഷം അവർ 6 ആ നദി കടന്ന് കാമാശ്രമത്തിലെത്തുന്നു. ആ സ്ഥലത്തിൻ്റെ കഥയൊക്കെ അവിടെ
വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണു. ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും വിശ്വാമിത്രൻ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇന്ന സ്ഥലമാണ്, ഇന്ന സ്ഥലമാണ്, ഇന്ന സ്ഥലമാണ്. ഇങ്ങനെ വെറുതെ ആയുധവിദ്യ മാത്രമല്ല, പ്രചോദനം മാത്രമല്ല, ഒരു ക്ഷത്രിയന് വേണ്ട കാര്യമാണ് അവൻ്റെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതികളെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ ചരിത്രം പഠിക്കുക. നമ്മുടെ ആൾക്കാർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. വാസ്തവത്തിൽ ജനായത്ത ഭരണ വ്യവസ്ഥയിൽ ഭരണാധികാരം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കാണെങ്കിൽ ജനങ്ങൾക്കാണ് ഇന്ന് ഈ വിദ്യാഭ്യാസം ആവശ്യം. ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ആ സ്ഥലത്തിൻ്റെ കഴിവുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തൃശ്ശൂർ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് വടക്കുന്നാഥൻ മാത്രം എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? അപ്പോൾ നിങ്ങൾക്ക് പല വിഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വീണു തുടങ്ങി. ഇത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മണ്ണിനോടും നമ്മുടെ എന്താ പറയുക സംസ്കൃതിയോടും നമുക്ക് നല്ല ആഴത്തിൽ വേരുള്ള അവബോധം ഉണ്ടാവുക. അല്ലെങ്കിൽ അത് വെറും പൊള്ളയായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ പറയാണ്ട് തപ്പിത്തടഞ്ഞ് നാണം കെട്ട് പോവാം. അപ്പം ആ രാത്രി അവിടെ തന്നെ താമസിച്ചിട്ട് സ്നാനവും ജപവും ഹോമവും ഒക്കെ ചെയ്തിട്ട് പരിശുദ്ധരാകാമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ രാത്രി അവരവിടെ താമസിച്ച് പിറ്റേ ദിവസം സരയൂ ഗംഗാ സംഗമമൊക്കെ കടന്നിട്ട് അതിൻ്റെ ആ സംഗമസ്ഥാനം കടന്നിട്ട് മലദം കരുഷം എന്ന് പറയണ തകർന്ന് നശിച്ച് കാട് പിടിച്ച് കിടക്കണ ഒരു നഗരപ്രദേശം. അതിന് നഗരം എന്ന് പറയാൻ പറ്റില്ല, വനം തന്നെയാണ് വാൽമീകി പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണം രാക്ഷസന്മാരുടെ നടമാട്ടം കൊണ്ട് മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റാണ്ടായി. ആ സ്ഥലത്ത് നഗരമാണെങ്കിലും നരകമാക്കി മാറ്റിയിട്ടുള്ള സ്ഥലം. ഇന്നത്തെ നമ്മുടെ പല നഗരങ്ങളും നരകമാണ്. മനുഷ്യൻ നരകമാക്കി കഴിഞ്ഞു അല്ലേ? ഒരു മഴ പെയ്താൽ മതി അറിയാം എന്താ അവസ്ഥ എന്ന്, നരകമാണോ നഗരമാണോ. അപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ കിടക്കണ മഹർഷി എന്ന് ചോദിക്കുമ്പോൾ പറയും ഇവിടെ താടക എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിദുഷ്ട രാക്ഷസിയുടെ വാസസ്ഥാനമാണ്. ആ ദുഷ്ടയെ സ്വന്തം ബാഹുബലം കൊണ്ട് നീ എൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് കൊന്നോ. അതായത് സ്ത്രീയാണ്, എൻ്റെ കൽപ്പന അനുസരിച്ചാണ് നീ കൊല്ലുന്നത്, അതുകൊണ്ട് നിനക്കൊരു അധർമ്മം വരാൻ പോകുന്നില്ല എന്ന് അവിടെ സൂചനയാണ്. എന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ദേശം കുരു നിഷ്കണ്ടകം പുനാന്ന്, ഈ ദേശത്തിനെ നിഷ്കണ്ടകമാക്കണം. അതായത് മുള്ളുകളെയൊക്കെ എടുത്ത് കളയണം. ഇവിടുത്തെ ഈശ്വര നമ്മളെല്ലാ ഹോമവും രാവിലെ എല്ലാ പൂജാരിമാരും അമ്പലങ്ങളിൽ ദേശം കുരു നിഷ്കണ്ടകം പുന സ്വാഹ എന്ന് പറഞ്ഞ് കൊടുത്താൽ എത്ര മുള്ളുകൾ ഇവിടുന്ന് പോയി കിട്ടും അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യണം ശരിക്കും. അപ്പോൾ രാമലക്ഷ്മണന്മാർ ആ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വാക്കിനെ ശിരസാ വഹിക്കുകയാണ്. എങ്ങനെയാണോ അർജുനന് കൃഷ്ണൻ കൃഷ്ണനീതി പറഞ്ഞു കൊടുത്തത്, ഇവിടെ വിശ്വാമിത്രൻ രാമന് രാമനീതി പറഞ്ഞു കൊടുക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ പകർന്നാ കൊടുത്തത്, ഇവിടെ ഓർമ്മിപ്പിക്കുക ചെയ്യണം. കൊല്ലേണ്ടത് ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ച് മടിക്കാൻ പാടില്ല. നോക്കൂ, ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗങ്ങളാണ്. രാജസൂനുവിൻ്റെ കടമയാണ് 4 വർണ്ണങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രജാസംരക്ഷണത്തിന് നന്മയും തിന്മയൊന്നും നോക്കരുത്, ഗുണദോഷങ്ങൾ നോക്കരുത്, കർത്തവ്യം നിർവഹിക്കുക. അതാണ് സനാതനമായിട്ടുള്ള ധർമ്മം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കാകുൽസ്ഥനായിട്ടുള്ള രാമ, അവിടെ ഉപയോഗിക്കുന്ന വാക്ക് കാകുൽസ്ഥാനം, താടക അധർമ്മിയാണ്. ധർമ്മം അവളെ തൊട്ടിട്ടില്ല, അതുകൊണ്ട് അവളെ കൊല്ലണം. എന്നിട്ട് കുറച്ച് ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്, ശ്ലോകങ്ങളിലുണ്ടത്. പണ്ട് വിരാതനൻ എന്ന് പറയുന്ന അസുരൻ്റെ മകളെ, മന്ധര എന്നായിരുന്നു അവളുടെ പേര്, അവൾ ദേവന്മാരെ നശിപ്പിക്കാൻ, ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പെട്ടപ്പോൾ ഇന്ദ്രൻ അവളെ കൊന്നിട്ടുണ്ട്. ഭൃഗുവിൻ്റെ ഭാര്യ, ശുക്രൻ്റെ അമ്മ, അസുരന്മാർക്ക് വേണ്ടി ദേവനാശം വരുത്താൻ പുറപ്പെട്ടപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ കൊന്നിട്ടുണ്ട് അവളെ, ഭൃഗുവിൻ്റെ ഭാര്യയായിട്ട് പോലും. അതുകൊണ്ട് ഇതിലൊന്നും മടിച്ചു നിൽക്കരുത്, നീ കൊന്നു കളയണം. ആ ഉപദേശം നല്ല ഓർമ്മയുള്ളതുകൊണ്ട് പൂതനമോക്ഷത്തിൽ സംസാരിക്കാൻ തുടങ്ങണേ മുമ്പ് എന്നെ തട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതുപോലെ അധർമ്മികളായിട്ടുള്ള സ്ത്രീകളെ മഹാത്മാക്കളായിട്ടുള്ള രാജപുത്രന്മാർ അനവധി തരത്തിൽ വധിച്ചിട്ടുണ്ട്, ഭഗവാന്മാരനെ വധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറച്ചു നിൽക്കരുത്, കൊല്ലരുതെന്നാണ്. 4 പ്രാവശ്യം ജഹി 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 എന്ന് പറയുന്നുണ്ട് പല ഭാഗത്തായിട്ട്. 24ാമത്തെ സർഗത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും 3 പ്രാവശ്യമായിട്ട്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ. അനവധി വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് തൻ്റെ വാക്കിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾ ദുഷ്ടചാരിണിയാണ്, ദുർവൃത്തയാണ്, പരമദാരുണയാണ്, ദുഷ്ടപരാക്രമയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെങ്കിലും ആ കൗശികൻ്റെ വചനം അച്ഛൻ്റെ വചനം മാതിരിയാണെന്ന് വിചാരിച്ചിട്ട്, വിശ്വാമിത്രൻ പറഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ ആ താടക എന്താ പറയുക, ഇരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നാക്രമിക്കുക ചെയ്യും. താടക വരാൻ വേണ്ടിയൊന്നും കാത്തു നിന്നില്ല. സിനിമയിൽ കാണുന്ന മാതിരി പെട്ടെന്ന് മരങ്ങൾ പുഴക്കിയിട്ട് താടക ഹാ ഹൂ എന്ന് പെട്ടെന്നില്ല. താടക ഇരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറിയിട്ട്, യുദ്ധതന്ത്രത്തിൽ അതിനെ അഭിയാനം എന്ന് പറയും പഴയ കാലത്ത്, കയറി ആക്രമിക്കുക.
അങ്ങനെ അഭിയാനം ചെയ്തിട്ട് അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അവളുടെ മാറിലേക്ക് അസ്ത്രത്തെ അയച്ച് ഭഗവാൻ അവളെ വധിച്ചു എന്നാണ്. അപ്പോൾ ആ വധിക്കുന്നതിന് മുൻപും ഒരു നിമിഷം ആലോചിച്ചു അത്ര, ലക്ഷ്മണ അവളുടെ കാതും മൂക്കൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിച്ചോളാം എന്ന് പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് പോയി. ഇവിടെ വീണ്ടും രാമൻ്റെ പ്രശ്നം ഇതാണ്. രാമൻ്റെ പ്രശ്നം അതാ പ്രായത്തിലേ ഉണ്ട്. അത് നമുക്ക് കാണാം, ഏതൊരു കുട്ടിക്കാലത്ത് കണ്ടറിയാലോ. ഇത് കണ്ട്, അതായത് സൽഗുണ വൈശിഷ്ട്യമായിട്ടുള്ളതാണ് ആ ധർമ്മബോധം. പക്ഷേ അത് സദ്ഗുണ വൈകൃത വരും. നമ്മൾ ഭാരതത്തിൽ ഇത്രയും ആധിപത്യങ്ങൾ അനുഭവിക്കാൻ ഇടവന്നത് ഈ സദ്ഗുണ വൈകൃതം കൊണ്ടാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഉണരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് വിശ്വാമിത്രന് ഒരു അത്ഭുതമോ ദേഷ്യമോ ഒന്നും തോന്നിയില്ല. അദ്ദേഹത്തിന് അറിയാം രാമൻ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു. അതാണ് യഥാർത്ഥ ഗുരു. എന്താ പറയണം, അങ്ങനെയൊന്നുമില്ല. രാമ, ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ മനസ്സിലാക്ക്. ഇവൾ പാപിയാണ്, ഏറ്റവും നശിപ്പിക്കാൻ പറ്റണം അവളാണ്. അതുകൊണ്ട് ഇവിടെ വധിച്ചേക്ക്. ആ സമയത്ത് ആ മായ, ധർമ്മത്തിൻ്റെ മായ, അതും മായയാണ്, അത് പോയി സ്മൃതി കിട്ടി. രാമൻ അവളെ വധിച്ചു എന്നാണ് പറഞ്ഞു. അതോടുകൂടിയിട്ട് ആ പ്രദേശം നിഷ്കണ്ടകായി. അപ്പോൾ പറഞ്ഞു, കുട്ടി, നിൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് വളരെ സന്തുഷ്ടിയുണ്ട്. നിനക്ക് എല്ലാ വാത്സല്യത്തോടും കൂടി ഞാൻ എൻ്റെ കയ്യിലുള്ള സകല അസ്ത്രങ്ങളും ഉപദേശിച്ചു തരാം. അങ്ങനെ അയോധ്യയിൽ നിന്ന് പുറത്ത് വന്ന് കാമ്യവനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ സ്റ്റേജസ് ആണിത്. ഈ അസ്ത്രങ്ങൾ ഇറങ്ങിയ ഉടനെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കായിരുന്നു. അപ്പോൾ പറഞ്ഞു കൊടുത്തില്ല. കുറച്ച് നേരെ ഈ കുട്ടികളുടെ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് കൊള്ളാം തോന്നിയപ്പോൾ ആദ്യം ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു, ബലിയും അതിബലിയും കൊടുത്തു. അപ്പോഴും കൊടുത്തില്ല. ഇതവർ വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കി ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യിപ്പിച്ചു. ചെറിയ പ്രോജക്റ്റാണ് താടയെ കൊല്ലൽ. ആ ചെറിയ പ്രോജക്റ്റ് വൃത്തിയായിട്ട് ചെയ്തപ്പോൾ ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സാരില്ല. അത് ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുള്ള എല്ലാ അസ്ത്രങ്ങളും, സർവ്വ അസ്ത്രങ്ങളും ഞാൻ നിനക്ക് തരാം എന്നാണ് അവിടെ പറഞ്ഞത്. അത് ഒന്നും രണ്ടും അസ്ത്രമൊന്നുമല്ല, എല്ലാ അസ്ത്രങ്ങളും തരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു മിനിറ്റ് പറയാം. ദദാമ്യസ്ത്രാണി സർവശാന്ന് 2 പ്രാവശ്യം പറയുന്നുണ്ട്. എന്നിട്ട് ആ അസ്ത്രങ്ങൾ മുഴുവൻ അവിടെ ഉപദേശിച്ചു കൊടുക്കണം. ഉപദേശിച്ചു കൊടുത്തത് ശ്രീരാമൻ സ്വീകരിച്ചതിന് ശേഷം ബുദ്ധിമാനായിട്ടുള്ള ശിഷ്യൻ ചെയ്യുന്ന കാര്യം ചെയ്തു. ദ്രോണർ അശ്വത്ഥാമാവിന് അസ്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും ഉപസംഹരിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അർജുനൻ അത് ചോദിച്ചു മേടിച്ചു. അർജുനൻ ബുദ്ധിമാനാണ്. ഗുരു പ്രയോഗിക്കാനേ പറഞ്ഞു കൊടുക്കുള്ളൂ. ധർമ്മബുദ്ധിയുള്ളവൻ അത് പ്രയോഗിച്ചാലും തിരിച്ചു പിടിക്കണമെങ്കിൽ അതിനുള്ള വഴിയും പഠിക്കും. രാമൻ ചോദിച്ചു, ഇത് ഉപസംഹരിക്കാനുള്ള വഴി കൂടെ പറഞ്ഞു തരണം പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. കാരണം അത് പ്രതീക്ഷിച്ചിരിക്കുക. രാമനെ ചോദിച്ചാലേ കൊടുക്കുള്ളൂ. അതും പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു സർഗത്തിൽ അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കില്ല. 2 സർഗമാണ് ഡിവോട്ട് ചെയ്തിരിക്കുന്നത് വാൽമീകി. ഒരു സർഗം മുഴുവൻ അസ്ത്രങ്ങളുടെ പേരാണ്. അത് കഴിഞ്ഞിട്ട് ഉപസംഹരിക്കുന്നത് വീണ്ടും ഒരു സർഗം മുഴുവൻ കൊടുത്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭഗവാന്റെ വിനയം, ഉത്സാഹം, ആർജവം, ജിജ്ഞാസ, ഏകാഗ്രത ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് സകല അസ്ത്രങ്ങളും കൊടുത്തത്. മാത്രമല്ല ഒറ്റ ഇരിപ്പിന് 55 അസ്ത്രമാണ് കൊടുത്തത്. ഒറ്റ ഇരിപ്പിന് 55 അസ്ത്രങ്ങൾ. അതെങ്ങനത്തെ അസ്ത്രങ്ങൾ? കുത്തിക്കയറുന്ന അസ്ത്രങ്ങൾ, തൊടുത്ത് വിട്ട് അറുത്ത് മുറിക്കണ അസ്ത്രങ്ങൾ, എറിഞ്ഞു കൊള്ളിക്കണ കുന്തങ്ങൾ, ഇതൊക്കെ മന്ത്രം കൊണ്ടാണ്. കയ്യിൽ പിടിച്ച് കുത്തിക്കയറ്റുന്ന ശൂലങ്ങൾ, അടിച്ചുടയ്ക്കണ ഗതകൾ, ചതച്ച് ചോര വാർക്കണ മുൽഗതകൾ, ബോധം കെടുത്തണ മോഹനാസ്ത്രങ്ങൾ, ഇതൊക്കെ വാൽമീകിയുടെ നിന്ന് അങ്ങനെ എടുത്ത് തർജ്ജമ ചെയ്ത് പറയാം. വെള്ളത്തിലാഴ്ത്തുന്ന വരുണാസ്ത്രങ്ങൾ, തീ കത്തിക്കുന്ന അഗ്നിയസ്ത്രങ്ങൾ, കൊണ്ടാൽ നിലയ്ക്കാത്ത വേദനയുണ്ടാക്കുന്ന രോദനമുണ്ടാക്കുന്ന അസ്ത്രങ്ങൾ, അതേമാതിരി ചില അസ്ത്രങ്ങൾ പ്രയോഗിച്ചാൽ നിർത്താതെ ചിരിച്ചുകൊണ്ടിരിക്കും. ചിരിച്ച് ആൾ മരിക്കും. അങ്ങനത്തെ അസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള അനവധി അസ്ത്രങ്ങൾ, 55 അസ്ത്രങ്ങൾ ഉപദേശിച്ചു എന്നാണ് പറഞ്ഞു. അപ്പോൾ രാമൻ പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹപ്രകാരം ഞങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ അനുഗ്രഹത്തെ മേടിക്കുകയാണ്. ഇങ്ങനെ എതിരിടുന്നവർക്കൊക്കെ രാമബാണത്തിനെ തടയാൻ ആർക്ക് സാധിക്കില്ല എന്നാണ്. രാമന് വേണമെങ്കിൽ ഇത് മുഴുവൻ മേടിച്ചിട്ട് ഞാൻ ഭഗവാനാണ്, എനിക്ക് അസ്ത്രത്തിനെ വേണമെങ്കിൽ മടക്കാൻ സ്വയമേവ ചെയ്യാം തൻ്റെ ശക്തി കൊണ്ട്. അത് ചെയ്തില്ല. ഗുരുനാഥ, എനിക്ക് അസ്ത്രങ്ങൾ മടക്കാനുള്ള മന്ത്രങ്ങൾ കൂടെ തരണം എന്ന് പറഞ്ഞു. അതും മേടിച്ചു. അതിനുശേഷം സിദ്ധാശ്രമത്തിലെത്തി. ചെന്നുടനെ എന്താ പറഞ്ഞത് വിശ്വാമിത്രൻ? രാമ, ഈ സിദ്ധാശ്രമം എൻ്റെ പോലെ തന്നെ നിൻ്റെയാണ്. എപ്പോഴും നമ്മൾ ഒരാളെ
ഒരു ദൗത്യം ഏൽപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഗുരുനാഥൻ പറയണത് ഇത് എൻ്റെ മാത്രം ഭൂമികയല്ല, എൻ്റെ മാത്രം അറിവല്ല, ഇത് നിൻ്റെ അറിവും കൂടിയാണ് എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള വിശാല മനസ്കുള്ളവനാണ് യഥാർത്ഥ ഗുരുനാഥൻ. അവിടുത്തെ പ്രയോഗത്തിനുള്ള വിധികളും അവൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിദ്ധാശ്രമം എന്ന് പറയുന്ന ഭൂമിക നിൻ്റെയും കൂടിയാണെന്ന് പറയണം. ഇവിടെ 6 ദിവസം നിന്ന യജ്ഞം നടന്നു. അതിനിടയ്ക്കാണ് മാരീചനും സുബാഹുവും വരുന്നത്. ഭഗവാൻ അസ്ത്രം പ്രയോഗിക്കുന്നു. അവരെ തെറിപ്പിച്ച് എത്രയോ യോജന ദൂരം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തന്നെ പലതും പറയുന്നുണ്ട്. അവരെ മാനവാസ്ത്രം തൊടുത്തിട്ട് കാതങ്ങൾക്കകരെ തെറിപ്പിച്ചു. ആഗ്രഹം കൊണ്ട് സുബാഹുവിനെ കത്തിച്ചു. അവൻ്റെ അനുചരന്മാരെ മുഴുവൻ വായു എന്ന് പറഞ്ഞ വായവ്യം എന്ന് പറഞ്ഞ അസ്ത്രം കൊണ്ട് ശ്വാസം കിട്ടാതാക്കിയിട്ട് പടഞ്ഞ് മരിക്കണ അവസ്ഥയാക്കി. അപ്പോൾ വിശ്വാമിത്രൻ വീണ്ടും പറഞ്ഞു, നീ ഗുരുവാക്യം പ്രത്യക്ഷരം അനുഷ്ഠിച്ചു. ഈ സിദ്ധാശ്രമം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് നീ അന്വർത്ഥാക്കിയെന്ന്. അവിടെ എന്തോ കിടക്കുന്നുണ്ട്. സിദ്ധികൾ ഉപാസനയെ കൂടെ കിട്ടുന്ന സ്ഥാനമാണ് സിദ്ധാശ്രമം. അതിവിടെ കഥയുടെ രൂപത്തിൽ പറഞ്ഞതല്ലേ. രാമനെ കൊണ്ട് എന്തോ ഉപാസന അനുഷ്ഠിപ്പിച്ചതായിരിക്കാനാണ് സാധ്യത. അതാണ് ഈ അസുരന്മാരും യജ്ഞങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സമാധി ഭാഷയിൽ എഴുതിയാണ്. ഞാൻ ഇന്നാളെ ഇവിടെ ഭാഗവതം പറഞ്ഞല്ലോ, സമാധി ഭാഷയിൽ തത്വചിന്താരൂപത്തിൽ എഴുതിയിട്ടാണ്. നമ്മളിത് കഥയായിട്ട് എടുക്കുമ്പോൾ കഥയായിട്ട് നിൽക്കും. ഇതിൻ്റെ അകത്തൊക്കെ രഹസ്യങ്ങളുണ്ട്. ഇങ്ങനെ 10 ദിവസങ്ങൾ കടന്നുപോയി. ആ 10 ദിവസങ്ങളുടെ അവസാനത്തിൽ ദശരാത്രങ്ങൾ കടന്നുപോയി. അവിടെ നിന്നാണ് ധനുസ് കാണാൻ കൊണ്ടുപോകുന്നത്. പോകുമ്പോൾ ഒരു സ്ത്രീയെ കൊന്നിട്ടാണ് വരണത്. അവിടെ ഒരു സ്ത്രീയെ കല്ലിന്ന് വീണ്ടും മനുഷ്യ സ്ത്രീയാക്കിയിട്ട് മോചനത്തെ കൊടുപ്പിച്ചിട്ട് വേറൊരു സ്ത്രീയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കൊണ്ടുപോകുന്നു. ഗുരുനാഥൻ കൂടെ ചെന്നിട്ടും അവിടെ ചെന്നിട്ട് ജനകൻ്റെ അടുത്ത് പറഞ്ഞെന്താ, മകളെ കല്യാണം കഴിക്കാൻ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ല, രാമനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയില്ല, എൻ്റെ കുട്ടികൾക്ക് ഇവിടുത്തെ ധനുസ് കാണണം, അതിനാണ് അവർ വന്നിരിക്കണമെന്നാണ്. എവിടെ പറയണം, എങ്ങനെ തൻ്റെ ശിഷ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്താലേ വിലയുണ്ടാവുക, ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മളെ ആരെങ്കിലും ആൾ പരിചയപ്പെടുത്തിയാൽ ആ പരിചയപ്പെടുത്തുന്ന ആൾക്ക് വിലകേടുണ്ടെങ്കിൽ ആ പരിചയപ്പെടുത്തലിന് വിലയുണ്ടാകും. എപ്പോഴും കൃത്യമായിട്ട് ആൾ വേണം നമ്മൾക്ക് മുഖവര പറയാൻ. ഇല്ലെങ്കിൽ എത്ര വലിയ സദസ്സിൻ്റെ മുന്നിലും എത്ര മഹാത്മാവും അപമാനിതനാവുള്ളൂ. ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഞാൻ കാണാറുണ്ട്. അവിടെ എത്രയോ മഹാത്മാക്കളായിട്ടുള്ള സന്യാസിമാർ ഗുരുവര്യന്മാരിരിക്കും. മര്യാദയ്ക്കൊന്ന് അമ്പല കമ്മിറ്റികളിലും പല സ്ഥലങ്ങളിലും മര്യാദയ്ക്ക് അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനോ അവരുടെ മഹിമ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. വാസ്തവത്തിൽ വലിയ ഗുരുനിന്ദയാണ്. അവിടെ ഇരിക്കുന്നവർക്ക്, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇരിക്കുന്നവരുടെ കുറ്റമല്ലാതെ അറിയാത്തത്. അപ്പോൾ വിശ്വാമിത്രൻ കൃത്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ജനകൻ ആ മഹാധനുസിനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതും പിന്നീട് ദേവിയെ എന്താ പറയുക നേടുന്നതും. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ വിശ്വാമിത്രനും രാമൻ്റെ ആ യാത്രയിൽ ഞാൻ പറഞ്ഞു അതിബല തുടങ്ങിയിട്ട് ഒരു അടിസ്ഥാനം ഇട്ട് കൊടുത്തു. ഒരു ക്ഷത്രിയൻ ആവശ്യമായിട്ടുള്ള അസ്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. രാമൻ തൻ്റെ സ്വബുദ്ധി കൊണ്ട് സൽസ്വഭാവം കൊണ്ട് അത് ഉപസംഹരിക്കാനുള്ള വിദ്യ ഒരു ധർമ്മിഷ്ഠനായിട്ടുള്ള ആളായതുകൊണ്ട് അത് മനസ്സിലാക്കി. അതുകൂടാതെ രാജ്യത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും ഉള്ള നാടോടി വിജ്ഞാനം, ദേശവിജ്ഞാനം വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തു. ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, പോകുന്ന വഴിക്ക് ഇന്ന ചെടിയും മരങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഈ ചെടിയാണ് കേട്ടോ വളരുക, ഈ പ്രദേശങ്ങളിലാണ് ഈ മരം വളരുക, ഇവിടെ ഇന്ന ഭാഗങ്ങളിൽ വെള്ളം ഉണ്ടാവും, ഇന്നവിടെ വെള്ളം ഉണ്ടാവില്ല. ഇതൊക്കെ വെറുതെ ആണോ അദ്ദേഹത്തിന് രാമരാജ്യം സ്ഥാപിക്കാൻ സാധിച്ചത്? ഇങ്ങനത്തെ ഒരു ഗുരുനാഥനെ കിട്ടിയാൽ ഇതിലും പരം ഒരു മഹത്തായിട്ടുള്ള ട്രെയിനിങ് വേറെ ഉണ്ടോ? ഇത് മുഴുവൻ രാമൻ ആ പ്രായത്തിൽ കിട്ടി. അങ്ങനെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന പാഠ്യപദ്ധതിയല്ല, ജീവിതം തന്നെ പാഠം, ജീവിതയാത്ര തന്നെ പാഠം, ഇറങ്ങിച്ചെന്ന് പഠിക്കുക എന്നുള്ളതാണ്. ക്ഷതാത്രായതേ, മുറിവിന്ന് രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. അതുകൊണ്ടാണ് ശരീരം കീറി മുറിക്കണ പുല്ലിൽ വിശ്വാമിത്രൻ്റെ ഉപദേശം കേട്ടിട്ട് കിടന്നുറങ്ങിയപ്പോൾ യഥാർത്ഥ ഗുരുത്വത്തോട് കൂടിയിട്ട് ജീവിതത്തെ അഭിമുഖീകരിച്ചപ്പോൾ എന്നർത്ഥം രാമന് സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചത്. അങ്ങനെയുള്ള മഹാഗുരുക്കന്മാരായിരുന്നു അവരൊക്കെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ദശരഥൻ്റെ അടുത്ത് വസിഷ്ഠം തവപുത്ര ഹിതാർത്ഥായ. അപ്പോൾ അസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വാൽമീകി രാമായണം വായിച്ചു നോക്കാം. അതിൽ ദണ്ഡചക്രം, വിഷ്ണുചക്രം, ശൈവാസ്ത്രം, ഐഷികാസ്ത്രം എന്നൊക്കെ 55 അസ്ത്രങ്ങളുടെ പേരും സംഹാരത്തിന് വരുന്ന സത്യവാൻ, രഭസം, അവാങ്മുഖം, ദൃഢനാഭം എന്നൊക്കെ പറഞ്ഞിട്ട് 48ഓളം സർപ്പനാഥം വരെയുള്ള ഉപസംഹാരങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ യുദ്ധമൊക്കെ കേൾക്കാനും വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് യുദ്ധവർണ്ണന ഭയങ്കര ഇഷ്ടമായിരിക്കും കേൾക്കാൻ. അങ്ങനെയുള്ളവർക്കൊക്കെ ആ പഴയ കാലത്ത് ഭഗവാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ആ ആയുധങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാം. ഈ ആയുധങ്ങൾക്കൊക്കെ അന്തരാർത്ഥമുണ്ട്. ഈ ഓരോ ആയുധം എടുത്താൽ ജീവിതത്തിൽ ഓരോ ദുഃഖങ്ങളെ, ഓരോ പ്രതിസന്ധികളെ
എങ്ങനെ അഭിമുഖീകരിക്കാന്നുള്ള രഹസ്യങ്ങളാണ് ഈ ആയുധങ്ങളിൽ ഇരിക്കുന്നത്. അല്ലാണ്ട് വഴി കൂടെ പോണ ആൾക്കാരെയൊക്കെ ഒന്ന് ചുമ്മാ കുത്തിക്കളയാം, അവൻ്റെ തലവെട്ടിക്കളയാം, അതിനുള്ളതല്ല. ഇത്രയും നേരം എനിക്ക് അനുവദിച്ച ഈ പുണ്യ ഭൂമിയുടെ ഭരണകർത്താക്കൾക്കും ചിന്മയാനന്ദസ്വാമിയുടെ തൃപ്പാദങ്ങളിലും തപോവനസ്വാമികളുടെ ആ മഹിമയാർന്ന തൃപ്പാദങ്ങളിലും ഞാൻ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. സമയം ഞാൻ ഒരു 5 മിനിറ്റ് അധികം എടുത്തു, പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. ഉപസംഹരിക്കാതെ പറ്റില്ല, അസ്ത്രമല്ല, പ്രഭാഷണ, ഉപസംഹരിച്ചേ പറ്റൂ. അപ്പോൾ ഇന്നത്തെ ഈ ഗുരുപൂർണിമയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ സാക്ഷാത്കാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ മനസ്സ് നിറഞ്ഞ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗുരുപരമ്പരകളെയും, സപ്തഋഷികളെയും, സമസ്ത ഋഷികളെയും, സകല ദേവന്മാരായിട്ടുള്ള സകല ഗുരുക്കന്മാരായിട്ട് ഇരിക്കുന്ന സകലവരെയും, എല്ലാ ഗുരുപരമ്പരകളെയും, അത് ഏത് മാർഗത്തിൽപ്പെട്ടതാണെങ്കിലും എല്ലാവരെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനെ കണ്ട് നമസ്കരിച്ച് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രമാണ്, ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ഈ എളിയ പ്രഭാഷണത്തെ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ആ ഗുരുമണ്ഡലത്തിൻ്റെ തൃപ്പാദങ്ങളിൽ ഏറ്റവും ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. പൊന്നു ഗുരുവായൂരപ്പ, സർവേശ്വര